هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود. صدق الله مولانا العظيم. وقال سيدنا وقائدنا وأسوتنا محمد المصطفى صلى الله عليه وسلم الجنة أقرب إلى أحدكم من شراك نعله والنار مثل ذلك. صدق رسوله النبي المصطفى الأمين عليه وعلى آله وصحابه وأهل بيته وأفضل الصلوات وأزكى التسليم. لا من كريم مثلكم للمرتجي في من مضى قبلا ولا في من يجي وأنا اللهيف فكربة لي فرجي حيران من ذنبي أسفت قضيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاسكا تفخيما صلوا عليه وسلموا تسليما. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവൻ ആരുണ്ടു നീയല്ലാതെ ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ നഫ്സന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ അല്ലാതെ ധിക്കരി ചൊല്ലിലാകെ നിന്നെ അതുകൊണ്ട് എന്നെ ആട്ടരുതിലാകെ അന്നേ. ഏറ്റവും പവിത്രമായ പരിപാവനമായ ഇൽമിന്റെ സദസ്സിന്റെ അധ്യക്ഷപീഠം അലങ്കരിച്ചിരിക്കുന്ന അധ്യക്ഷൻ സാരാസമ്പൂർണമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ആമുഖഭാഷണം നടത്തിയ മഹലിന്റെ സമാദരണീയനായ ഖത്തീബ് ഉസ്താദ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയമുള്ള ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സഹോദര സമുദായ അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇസ്ലാമിന്റെ ഊഷ്മളമായ തത്വാധിഷ്ഠിതമായ അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. സർവാധിപതിയും സർവാധിനാഥനും സർവലോക സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ പരിപാവനമായ ഇൽമിന്റെ സദസ്സിൽ സംഗമിച്ചതുപോലെ അള്ളാഹുവിന്റെ കമനീയമായ സ്വർഗീയ ആരാമത്തിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനും ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സമയം പരിശുദ്ധമായ കലിമ ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കരുണാവാരിധിയായ റബ്ബ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവ്വ അപരാധങ്ങളും സർവദയാ വായ്പകളുടെയും ഉടമസ്ഥനായ പടച്ച റബ്ബ് അവന്റെ വിശാലമായ കരുണ കൊണ്ട് നമുക്കൊക്കെയും പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് ആറടി മണ്ണിന്റെ ഉള്ളിൽ കഴിയുന്നവർ, വിശിഷ്യ നമ്മുടെ മസ്ജിദുകളുടെ ചുറ്റുഭാഗത്ത് അന്തിവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾക്കും നാഥൻ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സന്തോഷത്തിലും സംതൃപ്തിയിലും സമാധാനത്തിലുമാക്കി അനുഗ്രഹിക്കട്ടെ. രോഗികളായി ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഈ സദസ്സിലുമൊക്കെ ഇരിക്കുന്ന പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ആരോഗ്യത്തോടും കൂടിയ ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഒക്കത്തൂർ ബദരിയ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ദ്വിദിന മതപ്രഭാഷണ പരമ്പരയുടെ ഔപചാരികമായ ഉദ്ഘാടന ദിവസമാണിന്ന്. വളരെയേറെ വൈകിയ വേളയാണ്. ഒരുപാട് ആമുഖങ്ങൾക്ക് പ്രസക്തിയില്ല. വളരെ കാലികമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ചില ഭാഗങ്ങൾ മാത്രം നാം ഇന്നിവിടെ ചർച്ച ചെയ്യുകയാണ്. സാധാരണ കർണാടകയിൽ വളരെ താമസിച്ചു തുടങ്ങി വളരെ താമസിച്ച് അവസാനിപ്പിക്കുന്ന ശീലങ്ങളാണ്. കർണാടകയുടെ ശീലങ്ങളൊക്കെയും മാറി വരികയാണ്. വളരെ നേരത്തെ തുടങ്ങി വളരെ നേരത്തെ തന്നെ അവസാനിപ്പിക്കേണ്ടുന്ന സാഹചര്യങ്ങളും നിയമപാലകരുടെ അറിയിപ്പുകളും ഒക്കെയും നേരത്തെ എത്താൻ പലർക്കും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പ്രഭാഷണം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നേരത്തെ തുടങ്ങണം, നേരത്തെ അവസാനിപ്പിക്കണം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ സദസ്സിന്റെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രതീക്ഷയോടെ വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിശുദ്ധമായ ഇൽമിന്റെ സദസ്സിനോടുള്ള സ്നേഹം കൊണ്ട് കടന്നു വന്ന ആളുകളാണ്. പകലന്തിയോളം കഷ്ടപ്പെട്ട ജോലികളും ഒക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ ഒരല്പസമയം കിടക്കണമെന്ന ആഗ്രഹത്തിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പരിപാടികളോടുള്ള സ്നേഹം കൊണ്ട് പലരും ഉറക്കം പോലും മാറ്റിവെച്ച് കടന്നു വരുന്നു. എന്നെ ശ്രമിക്കാൻ കടന്നു വന്ന ഉമ്മമാർ രാവിലെ മുതൽ തുടങ്ങിയ പണികളെല്ലാം അവസാനിപ്പിച്ചിട്ടൊന്ന് കിടക്കാൻ തുടങ്ങുന്ന സമയമാണ്. അവസാനത്തെ ആളും കഴിച്ച പാത്രവും കഴുകി വെച്ചിട്ട് ഇനി ഒരല്പസമയം തലചായ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് വിശുദ്ധമായ ഇൽമിനോടുള്ള അത്രമേൽ സ്നേഹം കൊണ്ട് ഈ സദസ്സിലേക്ക് നടന്നു വന്നത്. അല്ലാഹു നിങ്ങളുടെയൊക്കെ സാന്നിധ്യം നാളെ സ്വർഗത്തിലും ഒരുമിക്കാൻ സബബാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. സമയം 9:05. എത്ര മണിക്ക് നിർത്തുക? എത്ര മണിക്ക് നിർത്തുക? ന്യായമായിട്ട് ഇന്ന് ഖത്തീബിന്റെ പ്രസംഗത്തിന്റെ ആവശ്യമുള്ളൂ.
നമുക്ക് വയല് മാത്രമാണ്. ഒരു 1.5 മണിക്കൂർ സമയം, 9, 1, 10 വരെയും 10:30 വരെ ഒരു 1.5 മണിക്കൂർ ഇരിക്കൂലേ നിങ്ങള്? പറ മനുഷ്യന്മാരെ, നിങ്ങളൊരു 1.5 മണിക്കൂർ ഇരിക്കൂലേ? അത് ഉസ്താദ് വയല് തുടങ്ങി എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടെന്നാണ്. അങ്ങനെയാണോ? ഉസ്താദ് വയല് തുടങ്ങ് എങ്ങനെയുണ്ടെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ, കൊള്ളാങ്കിൽ ഇരിക്കുക, ഇല്ല ഞങ്ങൾ പോകുന്നതാണോ? ഇപ്പൊ ഫാൻ ബേസിലാണ് വയല് കേൾക്കാൻ പോണേ ഇല്ലേ? സംഘടന നോക്കി, പാർട്ടി നോക്കി, നമ്മുടെ ആളാണെങ്കിൽ കേൾക്കാം, ഇല്ലെങ്കിൽ ഇല്ല. ഇൽമു കേൾക്കുന്നതിന് നിങ്ങളെ പാർട്ടി ഒന്നും നോക്കേണ്ട കാര്യമില്ല. അള്ളാന്റെ ദീൻ ആര് പറഞ്ഞാൽ അത് കേൾക്കണം. ആവശ്യമായത് എടുക്കുക, തള്ളേണ്ടതിനെ തള്ളുക, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുക. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് പുറത്തേക്കണവരൊക്കെ ഒന്ന് സദസ്സിലേക്ക് കടന്നിരുന്ന സദസ്സ് ഭംഗിയാക്കി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്നിപ്പോ വാളണ്ടിയർമാരുടെ ആവശ്യമൊന്നുമില്ല, നാളെയാണ് വാളണ്ടിയർമാരൊക്കെ വേണ്ടത്. ഇന്നാരും വേണ്ട, ഇന്നെല്ലാരും വാഴ കേൾക്കാം. ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് കടന്നിരുന്നാൽ സന്തോഷമായി. ഒരു 3 സ്വലാത്ത് ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, നമ്മുടെ സ്വലാത്തിനെ അല്ലാഹു സ്വീകരിക്കട്ടെ, ഹബീബിന്റെ റൗളയിലേക്ക് എത്തിക്കട്ടെ. ഈ സ്വലാത്ത് നാളെ പ്രവാചകന്റെ കൈപിടിച്ച് സ്വർഗ്ഗത്തിൽ പോവാനുള്ള സബബായി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യന് പറയാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥിനിയോട്, ഒരു വിദ്യാർത്ഥിയോട് പരീക്ഷ എഴുതുന്നതിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ വിദ്യാർത്ഥി പറയും, വിജയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദുനിയാവിൽ ഒരു മനുഷ്യനും പരാജയത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണില്ല. എല്ലാവർക്കും വിജയിക്കണമെന്നുള്ളതാണ്. കാരണം പരാജയപ്പെട്ട മനുഷ്യനെ ചേർത്തു പിടിക്കാൻ ഈ ദുനിയാവിൽ ആളുകൾ കുറവാണ്. ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? വിശാലമായൊരു വിഷയമാണ്. എന്റെ ഭാഷ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിയാനൊരൽപ്പം പ്രയാസമുണ്ട് എങ്കിലും വിഷയത്തിന്റെ മർമ്മപ്രധാന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണ് എന്ന് കൃത്യമായി ബോധ്യമുണ്ടാവും. പാതിരാത്രി സമയത്ത് ഈ മാമരം കോച്ചുന്ന തണുപ്പത്ത് 1.5 മണിക്കൂർ ഒക്കത്തൂർ ജുമാ മസ്ജിദ് ഇത്രയും വലിയ ഖതീബ് പറഞ്ഞതുപോലെ പൈസ മുടക്കി അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ പറയാനും നിങ്ങൾക്ക് കേൾക്കാനും അവസരം ഒരുക്കിയിട്ട് ഈ രാത്രി ഇവിടെ വന്നിരുന്നിട്ട് എന്ത് കേട്ടു എന്ന്, എന്താണ് പറഞ്ഞത് എന്ന് ചിന്തിച്ചു നോക്കുമ്പോ എനിക്ക് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ, വിശിഷ്ട യുവതലമുറ, കൃത്യമായൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു നമ്മുടെ നസീഹത്തുകളെ അങ്ങനെയാക്കട്ടെ. അള്ളാഹു നമ്മുടെ നസീഹത്തുകളെ അങ്ങനെയാക്കട്ടെ. ഒരു മനുഷ്യനോട് ഞാൻ ചോദിക്കുകയാണ്, ദുനിയാവിൽ വിജയിച്ചു എന്ന് നിനക്ക് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? നല്ല വീട്, നല്ല ഭാര്യ, നല്ല വാഹനം, നല്ല ജോലി, മാന്യമായി മാസത്തിലോ വർഷത്തിലോ ടേൺ ഓവറുള്ള ഒരു നല്ല ജോലി, നല്ല ബിസിനസ് സംരംഭം, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് പറയും ദുനിയാവിന്റെ വിജയത്തിന് ആധാരം ഇതൊക്കെയാണ്. സാധാരണ ഒരു മനുഷ്യനോട് ചോദിച്ചാൽ അങ്ങനെ പറയൂ. വിജയിച്ചവനെ നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? അമ്പര ചുംബികളായ വലിയ വലിയ കോൺക്രീറ്റിന്റെ വീടുകൾ, ആഡംബരത്തിന്റെ വാഹനങ്ങൾ, നല്ല ഭാര്യ, നല്ല മക്കൾ, തരക്കേടില്ലാത്ത ജോലി,
ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒരു മനുഷ്യനെ വിലയിരുത്തുന്നു, ആ മനുഷ്യൻ വിജയിച്ചവനാണ് എന്ന്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ എപ്പോഴാണ് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യൻ എപ്പോഴാണ് വിജയിച്ചു എന്ന് പറയാൻ നമുക്ക് സാധ്യമാകുന്നത്? ദുനിയാവിന്റെ ജീവിതത്തിന്റെ വീടും ഭാര്യയും ജോലിയും മക്കളും ഒക്കെ നോക്കിയിട്ട് മുസ്ലിമായ ഒരു മനുഷ്യന് വിജയിച്ചു എന്ന് പറയാൻ കഴിയോ? അതാണ് 14 മുമ്പ് പരിശുദ്ധമായ മദീനത്തുൻ നബവിയിൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഒക്കത്തൂരിന്റെ ആകാശ മേഘപാളികളെ കീറിമുറിച്ച് പടച്ചറബിന്റെ ദർബാറിലേക്ക് എത്തണം നമ്മുടെ സ്വലാത്തുകളും നമ്മുടെ ദുആകളെല്ലാം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ മദീനത്തുൻ നബവിയിൽ ഇരുന്ന സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബ, ഒരു മനുഷ്യൻ എപ്പോഴാണ് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? സഹാബത്തിലെ പൗരപ്രമുഖരായ മുഴുവൻ ആളുകളും പ്രവാചകന്റെ മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന വേളയിൽ ഹബീബായ പ്രവാചകന്റെ ചോദ്യമാണ്, സഹാബ, ഒരു മനുഷ്യന് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ ചോദ്യത്തിന് മറുപടി നൽകിയില്ലത്രേ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ ചോദിച്ചു, ഉമറേ, ഒരു മനുഷ്യന് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനും മറുപടിയില്ല. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരിശുദ്ധമായ മദീനത്തുൻ നബവിയിൽ ഒരുമിച്ച് കൂടിയ സഹാബാക്കൾക്കിടയിലെ ഏറ്റവും സമ്പന്നനായ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ പ്രവാചകൻ ചോദിക്കുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, ദുനിയാവിന്റെ പുറന്തലയുടെ പുറത്ത് പടച്ചറബ് നിനക്ക് ഒരുപാട് സമ്പത്ത് വാരിക്കോരി തന്നല്ലോ. ഈ സമ്പത്തും സൗകര്യങ്ങളെല്ലാം നോക്കിയിട്ട് വിജയിച്ചു എന്ന് പറയാൻ നിനക്ക് കഴിയോ? അതല്ലെങ്കിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? ആ സമയത്തും സഹാബത്തിന് പ്രവാചകന് കൊടുക്കാൻ മറുപടിയില്ല. സാധാരണ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാല് സഹാബത്ത് സാധാരണ പറയാനുള്ള ഒരു മറുപടിയുണ്ട്, അല്ലാഹു വറസൂലുഹു അഅലം. ഏറ്റവും നല്ലതുപോലെ അറിയുന്നവൻ അല്ലാഹയാണ്. ഏറ്റവും നല്ലതുപോലെ അറിയുന്നവൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. പറയണം നബിയേ. സാധാരണ പറയാറുള്ള അതേ മറുപടി തന്നെ, സാധാരണ പറയാറുള്ള അതേ മറുപടി തന്നെ സഹാബത്ത് പറയുകയാണ്, അല്ലാഹു വറസൂലുഹു അഅലം. ഏറ്റവും നല്ലതുപോലെ അറിയുന്നവൻ അല്ലാഹയാണ്, അവന്റെ പ്രവാചകനാണ്. നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങ് പറയണം നബിയേ, അങ്ങ് പറയണം നബിയേ. റിസാലത്തിന്റെ നായകനോട് സഹാബത്ത് ഇത് പറയുമ്പോ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് പറയുന്നു, ഫൗസും മിനന്നാർ. സഹാബ, എപ്പോഴാണ് ഒരു മനുഷ്യന് വിജയിച്ചതെന്ന് പറയാൻ കഴിയുന്നതെന്നറിയോ? എപ്പോഴാണ് ഒരു മനുഷ്യന് വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നതെന്നറിയോ? ഫൗസും മിനന്നാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ചു വെച്ച നരകമുണ്ടല്ലോ, ഒരു മനുഷ്യനും കടക്കാൻ ഇഷ്ടമില്ലാത്ത നരകമുണ്ടല്ലോ, പാമ്പുകളെയും തേളുകളെയും പടച്ചവന് സംവിധാനിച്ച നരകമുണ്ടല്ലോ. ഖുവൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ. അല്ലാഹു കല്ലുകളെ കൊണ്ട് കത്തിക്കുന്ന നരകമുണ്ട് വാപ്പാ. അല്ലാഹു മനുഷ്യനെ കത്തിക്കുന്ന നരകമുണ്ട് വാപ്പാ. ആ നരകത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എപ്പോഴാണ് നിന്നെ മോചിപ്പിച്ചെടുക്കുന്നത്? വദുഖൂലും ഫിൽ ജന്നാ. ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ കാത് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത സർവമാന അനുഗ്രഹങ്ങളും പടച്ചറബ് സംവിധാനിച്ചു വച്ച അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ.
ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരത്തുകൂടി കളകളയാരവത്തോടുകൂടി ഒഴുകുന്ന നദികളുള്ള അല്ലാഹുവിന്റെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് എപ്പോഴാണ് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് അവസരമൊരുക്കുന്നത്? അപ്പോഴാണ് നീ വിജയിച്ചുവെന്ന് പറയാൻ കഴിയുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മനുഷ്യ ദുനിയാവിന്റെ അനുഗ്രഹങ്ങളെ നോക്കിയിട്ട് നല്ല വീടും നല്ല ഭാര്യയും നല്ല വാഹനവും എല്ലാം കണ്ടിട്ട് ഞാനാണ് ദുനിയാവിൽ വിജയിച്ചവനെന്ന് പറയേണ്ടതില്ല. ദുനിയാവിന്റെ നൈമിഷികമായ സുഖ സൗകര്യങ്ങൾക്ക് ആയുസ്സൽപ്പം മാത്രമാണ്, അതിനായുസ് കുറവാണ്, അതിനായുസ് അല്പം മാത്രമാണുള്ളത്. വാപ്പാ, അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ മട്ടുപ്പാവിൽ ഒരുമിച്ച് കൂടിയ സഹാബത്തിനോട് പറഞ്ഞത് ഫൗസും മിനന്നാർ, അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുമ്പോഴാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ സ്വർഗത്തിലേക്ക് പടച്ച റബ്ബ് നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോഴാണ് മദീനത്തെ പള്ളിയിൽ ഇരുന്നിട്ട് പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത് പറയുമ്പോ സഹാബത്തിന്റെ ഇടയിൽ നിന്നൊരു മനുഷ്യന് ചാടി എഴുന്നേൽക്കുകയാണ്. റിസാലത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആ ചെറുപ്പക്കാരനായ സഹാബി കരയുകയാണ്. ആരാണ് കരയുന്നതെന്നറിയോ? സയ്യിദുനാ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ആണ്. ആ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് വെളിയിലേക്ക് നിറകളിക്കുകയാണ്. യാ നബി അല്ലാഹുവിന്റെ പ്രവാചകരെ, പടച്ചറപ്പിന്റെ സ്വർഗമാണ് ഞങ്ങൾ കൊതിക്കുന്നത് നബിയെ. താഴ്വാരത്തുകൂടി കളകളയാരവത്തോടുകൂടി ഒഴുകുന്ന നദികളുള്ള, കള്ളരുവികളുള്ള, പാലരുവികളുള്ള, തേനരുവികളുള്ള ഏത് മനുഷ്യനാ നബിയെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഇഷ്ടപ്പെടാത്തതാരാ നബിയെ? സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങള് ഇഷ്ടപ്പെടാത്തവരാരാ നബിയെ? ആ അനുഗ്രഹത്തിന്റെ കേദാരത്തിലേക്ക് കടന്നു പോവാൻ എന്റെ മനസ്സു വല്ലാതെ കൊതിക്കുന്നു. യാ റസൂലല്ലാഹ്, ഹബീബായ പ്രവാചകന്റെ മുമ്പ് ഇരുന്നിട്ട് ഖബ്ബാബ് ഇബ്നു അറത്ത് തങ്ങള് ഹബീബായ പ്രവാചകരോട് കരഞ്ഞിട്ട് ചോദിക്കുന്നു, നബിയെ, ഞങ്ങൾ കൊതിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. എന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് ആളുകളോട് ഞാൻ പറയട്ടെ, എന്തിനാണ് പാതിരാത്രി ഈ സമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായി ദീൻ കേൾക്കാൻ കടന്നു വന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട്, എല്ലാ പ്രയാസങ്ങളും ശരീരത്തിന്റെ മാറ്റിവെച്ചിട്ട്, ദുനിയാവ് പകരന്തയോളം ജോലികളിൽ ഏർപ്പെട്ടിട്ട് അവസാനം സന്ധ്യാസമയത്തെ കഴിഞ്ഞിട്ട് ഇശാ നമസ്കാരവും കഴിഞ്ഞിട്ട് ഭക്ഷണവും കഴിച്ചിട്ടൊന്ന് കിടക്കാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോ എല്ലാ ക്ഷീണവും മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ കേൾക്കാൻ ഈ സദസ്സിലേക്ക് എന്തിനാ നിങ്ങൾ കടന്നു വന്നതെന്ന് ചോദിച്ചാൽ പറയാൻ ഒരൊറ്റ മറുപടി മാത്രമല്ലേ ഉമ്മ, ഇത് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ സദസ്സാണല്ലോ, ഇത് പടച്ച റബ്ബിന്റെ ദീൻ പറയുന്ന സദസ്സാണല്ലോ. റൗളത്തും മിൻ റിയാദിൽ ജന്നാ, ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തിന്റെ ഭവനമാണെന്ന്, സ്വർഗത്തിന്റെ സദസ്സാണെന്ന്, ഭൂമിയിലെ സ്വർഗമാണെന്ന് ഈ ലോകത്തോട് പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ ആ സ്വർഗത്തിന്റെ അനുഭൂതി ആസ്വദിക്കാനല്ലേ നിങ്ങൾ കടന്നു വന്നത്? സ്വർഗമിഷ്ടമില്ലാത്തവരാരാ വാപ്പാ? സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊതിക്കാത്തവരാരാണുമ്മ? അവിടെയാണ് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്,
ഞങ്ങൾ കൊതിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. നബിയെ, അങ്ങ് കടന്നു പോകുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ഞങ്ങളുടെ ഒരു കാലൊന്നു വെക്കാൻ അല്ലാഹു അവസരം തന്നാൽ ഞങ്ങൾ അതാണ് നബിയെ കൊതിക്കുന്നതെന്ന് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ മുമ്പ് നിന്നിട്ട് കരയുമ്പോ ഖബ്ബാബിനോട് പ്രവാചകൻ പറയുന്നു, ഖബ്ബാബേ, അല്ലാഹുവിന്റെ സ്വർഗമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അല്ലാഹു ഓസാരമായിട്ട് അവന്റെ കരുണ കൊണ്ട് കൊടുക്കുന്നതാണ്. ദുനിയാവില് പ്രയാസങ്ങളും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യന് വെറുതെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം അല്ലാഹു കൊടുക്കില്ല. ഖബ്ബാബേ, അഫഹസിബതും മൻ തദ്ഖുലുൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കടന്നു പോകാമെന്ന് കരുതി പോയെങ്കില് ഇല്ല പെങ്ങളെ, ഇല്ല പെങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു പോവാൻ സാധ്യമല്ല. സ്വർഗത്തിലേക്ക് എളുപ്പവഴിയെന്ന് കേട്ടാല് യൂട്യൂബുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരതിയ വീഡിയോ ഏതെന്ന് ചോദിച്ചാല് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാ മനുഷ്യരെന്ന് പരതുന്നത്. കഷ്ടപ്പെടാൻ മനുഷ്യന് സമയമില്ല, പ്രയാസങ്ങൾ സഹിക്കാൻ മനുഷ്യന് സമയമില്ല. എല്ലാവരും എളുപ്പത്തിന്റെ വഴിയാ പരതിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പ്രവാചകനോട് പറഞ്ഞത്, അഫഹസിബതും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ സഹാബത്തുണ്ടല്ലോ, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുണ്ടല്ലോ, അവരുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ പ്രയാസങ്ങൾ അനുഭവിക്കാതെ ദുരിതങ്ങളിലൂടെ കടന്നു പോവാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ സാധ്യമല്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഖബ്ബാബ് തങ്ങൾ കരയുകയാണ്. വാപ്പാ, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് പ്രവാചകന്റെ റിസാലത്തിന്റെ നാവിലൂടെ കേട്ട ഖബ്ബാബ് കരയുന്നു നബിയേ, കരയുന്നു നബിയേ. കാരണം ഖബ്ബാബിനറിയാം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി പ്രയാസത്തിന്റെ വഴിയാണെന്ന്. ഖബ്ബാബ് തങ്ങൾക്കറിയാം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി പ്രയാസത്തിന്റെ വഴിയാണെന്ന്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ചാരത്തിരിക്കുമ്പോ സക്കൗനാ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ മുതവസ്സിദുൻ ബുർദത്തൻ ലഹു ഫീ ദില്ലിൽ കഅബ. കഅബ ശരീഫിന്റെ ചാരത്ത് പ്രവാചകന് ഒരു പുതപ്പ് തലയിണയായി വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ് ഉമ്മ. ആ സമയത്താണ് ശരീരത്തിൽ രക്തമൊലിപ്പിച്ചുകൊണ്ട് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. പ്രവാചകനോട് പറയുന്നു, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ. നബിയെ, അങ്ങയുടെ കരങ്ങൾ എന്തേ ആകാശത്തേക്ക് ഉയരാത്തത്? എന്തേ നബിയെ അങ്ങയുടെ കരങ്ങൾ ആകാശത്തേക്ക് ഉയരാത്തത്? ശത്രുക്കൾ ഞങ്ങളുടെ ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നത് അങ്ങ് കാണുന്നില്ല നബിയെ? മക്കാ കുഫാറുകളില് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരില് ഞങ്ങളുടെ ശരീരത്തിൽ ഏൽപ്പിച്ച പ്രയാസങ്ങളെ കാണുന്നില്ല നബിയേ? ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ഖബ്ബാബ് തങ്ങൾ പറയുന്നു, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ. നബി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലയോ? പ്രയാസങ്ങൾ സഹിക്കാൻ വയ്യ നബിയേ, ദുരിതങ്ങൾ സഹിക്കാൻ വയ്യ നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാതൊരിലാഹില്ലെന്ന് ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചതിന്റെ പേരില് മക്കാ കുഫാറുകൾ ഞങ്ങളെ പ്രയാസപ്പെടുത്തുകയാണ് നബിയേ. ഖബ്ബാബ് തങ്ങളെ പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് കരയുമ്പോ ഖബ്ബാബ് തങ്ങളെ പ്രവാചകൻ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്തില്ല.
ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് ഹബീബായ പ്രവാചകൻ ആശ്വാസത്തിന്റെ വാക്കു പറഞ്ഞില്ല, സമാധാനത്തിന്റെ വാക്കു പറഞ്ഞില്ല. എന്റെ പൊന്നുമക്കള് വീണിട്ട് കാലിന് മുറിവ് പറ്റിയാൽ ഉമ്മാടെ അടുക്കലേക്ക് ഓടി ചെല്ലുമ്പോ ആശ്വാസത്തിന്റെ വാക്കുമ്മ പറയാറില്ലേ? ജീവിതത്തിൽ ഒരു ദുരിതം വരുമ്പോ ആശ്വസിപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളില്ലേ? മോനെ, അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാൻ നമ്മൾ ഏറ്റുവാങ്ങുന്ന പ്രയാസത്തിന്റെ മുമ്പ് ആശ്വസിപ്പിക്കുക സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖബ്ബാബ് ഇബ്നു അറത്തിനോട് രണ്ടു ചെറുപ്പക്കാരെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നെ ശ്രവിക്കാൻ ഇവിടെ ഒക്കത്തൂർ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, മോനെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഇവിടെ നാം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗം കൊതിച്ചിട്ട് പടച്ചറബിന്റെ സ്വർഗമാണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ളതെങ്കിൽ മൂന്ന് വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കണേ. മൂന്ന് കാര്യങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ കൈമോശം വന്നു പോവരുതേ. കാരിരുമ്പിന്റെ കരുത്തോടെ ഒന്നാമത്തെ വിഷയത്തെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഉറപ്പിക്കണേ. പ്രയാസങ്ങൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, ദുരിതങ്ങൾ ഉണ്ടാവാം, രാജ്യത്തു നിന്ന് നാട് കടത്താം, പൗരത്വം ചോദിക്കാം. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കൂരമ്പുകൾ ഓരോന്നോരോന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. പക്ഷേ ഓ ചെറുപ്പക്കാരാ, മനസ്സിന്റെ ഉള്ളില്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിക്കേണ്ട ഒന്നാമത്തെ വിഷയം ഏതെന്നറിയുമോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവാൻ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാണ് സ്വർഗ്ഗത്തിലേക്കുള്ള ഒന്നാമത്തെ വഴി എന്നറിയുമോ ഉമ്മ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നിന്റെ പാപത്തിൽ നിന്ന് പടച്ച റബ്ബ് നിന്നെ മോചിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നരകത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചെടുക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സ്വർഗ്ഗത്തിലേക്ക് നിന്നെ കടത്തിവിടുന്നത്. റസൂലുള്ളാഹി പറയുന്നു, സഹാബത്തെ, ഞാനും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട വാക്കേതെന്നറിയുമോ? അല്ലാഹു ഭൂമിയിലേക്ക് അയച്ച, അല്ലാഹു സൃഷ്ടിച്ച വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കേതെന്നറിയുമോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കരകൻ അല്ലാതൊരിലാകില്ലെന്ന് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിക്കണേ പെങ്ങളെ. നിന്റെ പ്രണയത്തിനു വേണ്ടി വിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിയരുതേ. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അള്ളാന്റെ ദീനിനെ വലിച്ചെറിയരുതേ. ഭൗതിക ലാഭത്തിനു വേണ്ടി വിശുദ്ധ ഇസ്ലാമിനെ കളഞ്ഞു കുളിക്കല്ലേ. ഈ ദുനിയാവിൽ അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമേതാ? വാപ്പാ കേറിക്കിടക്കാനുള്ള വീടല്ല, സഞ്ചരിക്കാനുള്ള വാഹനമല്ല, നല്ല ഭാര്യയല്ല, നല്ല മക്കളല്ല, നല്ല സംവിധാനങ്ങളല്ല. ഈ ഭൗതികമായ ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ഏതെന്നറിയോ? ഏറ്റവും വലിയ പടച്ച റബ്ബ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? MBBS ഡോക്ടറായതല്ല വാപ്പാ, കോടിയുടെ വീട് വെച്ച നല്ല ചെറുപ്പക്കാരാ, നല്ല ജോലി തന്ന നല്ല ചെറുപ്പക്കാരാ. ഈ ദുനിയാവിന്റെ പുറന്തൊലിയുടെ പുറത്ത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്നറിയോ? അല്ലാഹു നമ്മളെ മുസ്ലിമാക്കി എന്നുള്ളതാണ്. അല്ലാഹു നമ്മളെ മുസ്ലിമാക്കി എന്നുള്ളതാണ്. അതിനേക്കാൾ ഒരു അനുഗ്രഹവും അല്ലാഹു നമുക്ക് ദുനിയാവിൽ തരാനില്ല. രണ്ടാമത്തെ അനുഗ്രഹം ഏതെന്നറിയോ? ഹബീബായ പ്രവാചകന്റെ ഉമ്മത്തികളിൽ നമ്മളെ പെടുത്തി എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം ദുനിയാവിൽ വേറെയില്ല. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടു പോവരുതേ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുമ്പിലാണ്
പടച്ചറബിന്റെ സ്വർഗം തുറക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുമ്പിലാണ് നരകത്തിന്റെ കവാടം അടക്കപ്പെടുന്നത്. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരികള് തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടിയല്ലേ അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞു കളഞ്ഞത്. പെങ്ങളെ, 18ഉം 20ഉം വർഷം മുസ്ലിമായി ജീവിച്ച ഈ ഉമ്മത്തിലെ എത്ര ചെറുപ്പക്കാരികളാണ് തന്റെ ക്യാമ്പസിന്റെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിച്ചെറിഞ്ഞവരെ നിങ്ങൾ കണ്ടതില്ലേ? രാഷ്ട്രീയത്തിന്റെ അധികാരത്തിനു വേണ്ടി പടച്ചറബിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞവരോട് മോളെ, നിനക്ക് നഷ്ടപ്പെട്ടു പോയത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് മറന്നു പോവല്ലേ? ഖബ്ബാബ് ഇബ്നു അറത്തിനോട് പ്രവാചകൻ പറയുന്നു, ഖബ്ബാബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്നെ ശുദ്ധീകരിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുമ്പിലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗം തുറക്കപ്പെടുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രമേ നിന്റെ പാപങ്ങൾ പുറത്തു തരികയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരില് ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ പ്രയാസത്തിന്റെ പരാതിയുമായിട്ടാണ് പ്രവാചകന്റെ മുമ്പ് വന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖബ്ബാബേ, രണ്ടു ചെറുപ്പക്കാരെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരില്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന്റെ പേരില് ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ രണ്ടു ചെറുപ്പക്കാരെ ഞാൻ പറഞ്ഞു തരട്ടെയോ ഖബ്ബാബേ? ഖബ്ബാബ് ഇബ്നു അറത്ത് തങ്ങളോട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച രണ്ട് ചെറുപ്പക്കാരെ മക്ക കുഫാറുകൾ പിടിച്ചു കൊണ്ടുവരികയാണ്. അവരുടെ കൈകാലുകൾ ബന്ധിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഭൂമിയിലേക്ക് വലിയൊരു കുഴി കുഴിക്കുകയാണ്. ആ കുഴിയിലേക്ക് രണ്ടു ചെറുപ്പക്കാരെയും ഇറക്കി നിർത്തുകയാണ്. ഖബ്ബാബേ, ഒന്നാമനോട് ചോദിക്കുകയാണ്, ശത്രുക്കള്, നിന്റെ വിശ്വാസധാരയിൽ നിന്നൊന്ന് നിനക്ക് പിന്തിരിഞ്ഞുകൂടെ? നിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിനക്കൊന്ന് നിഷേധിച്ചുകൂടെ? നിന്റെ പ്രവാചകന്റെ പ്രവാചകത്വത്തെ ഒന്ന് നിഷേധിച്ചുകൂടെ? ഖബ്ബാബേ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞതില്ല, ഇല്ല ഇല്ല, എന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുക സാധ്യമല്ല. വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട എന്റെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിന്റെ അന്തരാളങ്ങൾക്കുള്ളില് ഞാൻ പ്രതിഷ്ഠിച്ച എന്റെ റബ്ബുണ്ട്, എന്റെ വിശ്വാസമുണ്ട്. എന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ ശത്രുക്കൾ മൂർച്ചയുള്ള ഈർച്ചവാളെടുത്തിട്ട് ആ ചെറുപ്പക്കാരന്റെ തലയിലേക്ക് വെച്ചു. വപ്പാ, ആ ചെറുപ്പക്കാരന്റെ തല രണ്ട് കസരമായിട്ട് പിളർക്കാൻ തുടങ്ങുമ്പോ ശത്രുക്കള് രണ്ടാമതൊന്നുകൂടി ചോദിക്കുകയാണ്, മോനെ, ഒരുപാട് പ്രായമായില്ലല്ലോ, ഇനിയും ഈ ലോകത്ത് ജീവിക്കാൻ നിന്റെ മുമ്പിൽ അവസരങ്ങളുണ്ടല്ലോ, നിനക്കൊന്ന് വിശ്വാസത്തിൽ നിന്നൊന്ന് വ്യതിചലിച്ചുകൂടെ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, എന്റെ വിശ്വാസം പൂർത്തിയാക്കാൻ എന്റെ ജീവനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കില് സ്നേഹത്തോടെ തരാൻ സ്നേഹത്തോടെ ഞാൻ എന്റെ ജീവൻ വെടിയാൻ തയ്യാറാണെന്ന് ശത്രുവിന്റെ മുമ്പിൽ നിലപാടിൽ ഉറച്ചു നിന്നു ആ ചെറുപ്പക്കാരന്. അവസാനമല്ല, ശത്രുവിന്റെ കയ്യിൽ നിന്ന് മൂർച്ചയുള്ള ഈർച്ചവാളുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ തല രണ്ട് കഷണമായി പിളർന്നു കളഞ്ഞു. പെങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉറപ്പിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിക്കാൻ ആ ചെറുപ്പക്കാരന് ആ മനുഷ്യന്റെ ജീവനാണ് നഷ്ടപ്പെടുത്തിയത്. രണ്ടാമതും ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരികയാണ്. അവന്റെ തൊലിയിലേക്കും മാംസത്തിലേക്ക് ഇരുമ്പിന്റെ ചീർപ്പ് ശത്രുക്കൾ കുത്തിയിറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ
ചെറുപ്പക്കാരന്റെ തൊലിയിൽ നിന്ന് എല്ലിൽ നിന്ന് ആടിനെ പൊളിക്കുന്നത് പോലെ ആ ജീവനോടെ ആ ചെറുപ്പക്കാരന്റെ ശരീരത്തു നിന്ന് പച്ചമാംസം ശത്രുക്കൾ പൊളിച്ചെടുത്തു വാപ്പാ. ആ ചെറുപ്പക്കാരനോടും ശത്രുക്കൾ ചോദിച്ചത് നിന്റെ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്നൊന്ന് വ്യതിചലിച്ചുകൂടെ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ല വിശ്വസിച്ചതിന്റെ പേരില് നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാലും എന്നെ കശനിച്ച് കളഞ്ഞാലും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ച വിശ്വാസമാണത്. ഒരു ഭൗതിക പ്രലോഭനങ്ങൾക്ക് മുമ്പിലും ഞാന് എന്റെ വിശ്വാസത്തെ അടിയറവ് വെക്കില്ല എന്ന് തന്റെ ശരീരത്തു നിന്ന് ജീവന് വെടിയുന്ന സമയത്തും ആ ചെറുപ്പക്കാരൻ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഖബ്ബാബ് ഇബ്നു അറത്ത് തങ്ങളോട് അള്ളാന്റെ റസൂല് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ല നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അറിയണം ചെറുപ്പക്കാരാ, നാളെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒന്നാമത്തെ ഡിമാൻഡ് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു. ഇതിണ്ടെങ്കിലേ നാളെ പരലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇനി നിനക്ക് നിസ്കാരമില്ലെങ്കിലും നോമ്പില്ലെങ്കിലും ഹജ്ജില്ലെങ്കിലും ഒരു അമലും നിന്റെ ഡിക്ഷണറിയിൽ ബാക്കിയില്ലെങ്കിലും ശരി, ഖാലിസായ നിന്റെ കൽബിന്റെ ഉള്ളില് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ എങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സ്വർഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ശരിയാവണം. അല്ലേ? നമ്മള് മുസ്ലിം ആവാൻ വേണ്ടി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്. ആണോ? ഞാൻ പറയണ നിങ്ങൾക്ക് തിരിയണുണ്ടോ? ഏയ്, നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്താപ്പാ റേഡിയോ കേൾക്കണ മാതിരി? നിങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലെന്നോ? റെസ്പോൺസ് ഉണ്ടാവണം. ഞാൻ ഇടയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ മറുപടി എനിക്ക് കിട്ടണം. ഇടയ്ക്ക് ഞാൻ ചോദിക്കും, രാമായണം മൊത്തം കേട്ടിട്ട് സീതാരാമന്റെ ആരാന്ന് ചോദിക്കണ മാതിരി ആവരുത്. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം ഉണ്ടാവണം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. വിശാലമായി ചർച്ച ചെയ്യേണ്ടുന്ന ആധുനിക ലോകത്ത് മനുഷ്യൻ അത്രമേൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. ഹബീബായ പ്രവാചകൻ ഈ ഹദീസ് സഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ നിനക്ക് വേറെ അമലുകളൊന്നും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ സ്വർഗ്ഗം തുറക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ ആ സഹാബി ചോദിക്കുന്നുണ്ട്, നബിയെ ഞാനിത് പോയി ജനങ്ങളോട് പറയട്ടെ എന്ന്. റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട, കാരണം അവർക്ക് അമല് കുറഞ്ഞു പോകും. അവർക്ക് അമല് കുറഞ്ഞു പോകുന്നത് കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ യുക്തിവാദവും ലിബറലിസവും മതനിരാസവും ഒക്കെ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരെ അത്രമേൽ കാർന്നു തിന്നുന്നൊരു കാലമാണ്. എല്ലാവർക്കും മുസ്ലിം പേര് മാത്രമാണ് ബാക്കി. ഹൃദയത്തിന്റെ ഉള്ളിൽ ലവലേശം വിശ്വാസമില്ല എന്നുള്ളതാണ്. അവർക്ക് സ്വർഗമില്ല, നരകമില്ല, പരലോകമില്ല. ഈ ദുനിയാവാണ് ഏറ്റവും അടിച്ചു പൊളിച്ചു ജീവിക്കേണ്ട നാട്. ഈ ദുനിയാവാണ്, ഇവിടെ അടിച്ചു പൊളിച്ചു ജീവിക്കണം. പുതുതലമുറ പരസ്പരം ഷെയർ ചെയ്യുന്ന വാർത്തകൾ ഇതാണ്. ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഖത്തീബ് ഉസ്താദിന്റെ പ്രഭാഷണം. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. മരണം വരെ അള്ളാഹു ആ ശബ്ദം നിലനിർത്തട്ടെ. ഒരുപാട് വിഷയങ്ങളിൽ തൊട്ടു തലോടി അദ്ദേഹം വിശാലമായി ഇവിടെ ചർച്ച ചെയ്തു. നമ്മൾ ചർച്ചക്കെടുക്കേണ്ട ഏറ്റവും വലിയ വിഷയമാണ് ഖബർ പറയുന്നതിന് മുമ്പ്, സിറാത്ത് പറയുന്നതിന് മുമ്പ്, മീസാൻ പറയുന്നതിന് മുമ്പ്, സ്വർഗം പറയുന്നതിന് മുമ്പ്, നരകം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വിശ്വാസം ഒന്ന് ചർച്ച ചെയ്യണം. മുസ്ലിമായി മരിച്ചാലല്ലേ ഇതെല്ലാം ഉള്ളൂ. മുസ്ലിമായി മരിക്കുന്നവർക്കല്ലേ ഇതെല്ലാം ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ വിശ്വാസം നന്നാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂറ് പുലർത്തണം. മുസ്ലിമായി ജീവിക്കാൻ, മുഅ്മിനായി മരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷേ ഇന്നൊരു യുവ സമൂഹത്തിന്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് ഈ വിശ്വാസം വ്യതിചലിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്.
ഭൗതിക ജീവിതത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മതത്തെ ഉപേക്ഷിച്ചു പോകുന്ന ചെറുപ്പക്കാരികൾ പ്രണയത്തിനു വേണ്ടിയാണ് ഇതര സഹോദര മതസ്ഥന്റെ കൈപിടിച്ചു ജീവിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് മതമല്ല പ്രശ്നം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രണയമാണ് മുഖ്യമെന്ന് പറഞ്ഞിട്ടാണ് 18ഉം 20ഉം വയസ്സ് വരെ മുസ്ലിമായി ജീവിച്ചിട്ട് അവസാനം വിശുദ്ധ ഇസ്ലാമിന്റെ ശാദ്വര തീരങ്ങളിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ പുറത്തേക്ക് പോവേണ്ടി വന്ന ഈ സമൂഹത്തിന്റെ ചെറുപ്പക്കാരികൾ, നിങ്ങൾ അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുമ്പിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവർക്ക് മാത്രമേ അല്ലാഹു സ്വർഗ്ഗം നൽകൂ. അവന്റെ പാപങ്ങളെ പടച്ച റബ്ബ് പുറത്തു കൊടുക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവരുതേ. വിശുദ്ധമായ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് മുഅ്മിനീങ്ങളെ വിളിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവരുതേ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് പോലും അല്ലാഹുവിനോട് ചോദിച്ചത് തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ എന്നാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സഹാബത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മനുഷ്യനാണ്. ഞാനും എന്റെ അബൂബക്കറുമാണ് ആദ്യമായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകര്. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളും വഫാത്തിന്റെ നേരത്ത് പറഞ്ഞത് തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുമ്പിലാണ് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം തുറക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളവന്റെ പാപമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുന്നത്. നിങ്ങൾക്കറിയുമല്ലോ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊന്നുകളയാൻ കടന്നു വന്നൊരു മനുഷ്യനുണ്ട്. പ്രവാചകനെ കണ്ടാൽ കൊന്നുകളയാൻ തീരുമാനിച്ചൊരു മനുഷ്യരുണ്ട്. യമാമയുടെ ഭരണാധികാരി സുമാമത്ത് ബിൻ ഉസാൽ. ആരാ സുമാമ എന്നറിയുമോ? ചെറുപ്പക്കാരികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയാണ് നിന്നെ ശുദ്ധീകരിക്കുന്നതെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയാ നിന്നെ പരിശുദ്ധിപ്പെടുത്തുന്നതെന്നറിയുമോ? ഏത് പാപങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങള് മനസ്സിന്റെ ഉള്ളിൽ ആവർത്തിച്ചു നിങ്ങൾ പറയണേ. ദിക്റിന്റെ ഹൽക്കകളിൽ നിങ്ങൾ പോയിരിക്കുന്നവരാണ്, നിങ്ങൾ ദിക്ർ ചൊല്ലാൻ പോകുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വാപ്പയുടെ പേരിൽ തഹ്ലീൽ നിങ്ങൾ 1000ഉം 10000ഉം 70,000ഉം 3-4 ലക്ഷങ്ങള് നിങ്ങളെ തഹ്ലീൽ ചൊല്ലുന്നവരാണ്. ഒരു അയൽവാസി മരിച്ച ആ മനുഷ്യന്റെ തഹ്ലീലിൽ നിങ്ങൾ പങ്കെടുക്കുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ നിങ്ങൾ ആരും അശ്രദ്ധയോടുകൂടി ചൊല്ലരുതേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അലക്ഷ്യമായിട്ടിരുന്നു ചൊല്ലരുതേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ അതെപ്പോ പറഞ്ഞാലും മനസ്സിൽ നിങ്ങളൊരു നിയ്യത്ത് വെക്കണേ. ഖത്തീബ് ഉസ്താദ് ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് അഫ്ളൽ ദിക്ർ എന്ന് പറയുമ്പോ എത്ര ആളുകളാണ് ആ 10 ദിക്ർ ഏറ്റു ചൊല്ലുന്നത്? നമുക്ക് സമയമില്ല. സലാം വീട്ടിയാൽ ഉടനെ നമ്മൾ ഓടുകയാണ് ദുനിയാവിന്റെ പുറത്തേക്ക്. ചെറുപ്പക്കാരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോ പറഞ്ഞാലും മനസ്സിലൊരു നിയ്യത്ത് വെക്കണേ. അല്ലാഹുവേ, ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്കാക്കി തരണേ അല്ലാഹ്.
എപ്പോഴും നിയ്യത്ത് വെക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഒരു നിയ്യത്ത് വെക്കണം. അല്ലാഹുവേ, ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്കാക്കി തരണേ അല്ലാ. അല്ലാഹു കലിമ പറഞ്ഞു മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏത് പാപം വന്നാലും നമുക്ക് പുറത്തു തരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാണ് സ്വർഗത്തിലേക്കുള്ള പാസ് എന്ന് പറയപ്പെടുന്നത്. ഈ ചെറുപ്പക്കാരാ, ഹബീബായ പ്രവാചകനെ എവിടെ കണ്ടാലും കൊന്നുകളയാൻ കാത്തിരുന്നൊരു മനുഷ്യനാണ് യമാമയുടെ ഭരണാധികാരി സുമാമത്ത് ഇബ്നു ഉസാൽ. വിശുദ്ധ ഇസ്ലാമിനോട് അടങ്ങാത്ത ദേശമാണ്. പ്രവാചക അനുയായികളെ കൊന്നുകളയാൻ കാത്തിരിക്കുന്നവനാണ്. വിശുദ്ധമായ മദീനയോടടക്കം വലിയ ദേശമുള്ള മനുഷ്യനാണ്. ഒരു വേള പ്രവാചകനെ കയ്യിൽ കിട്ടിയാൽ എന്റെ കയ്യിലിരിക്കുന്ന കടാര കൊണ്ട് തലമുറിച്ചെടുക്കുമെന്ന് പറഞ്ഞവനാണ് യമാമയുടെ ഭരണാധികാരി സുമാമത്ത് ഇബ്നു ഉസാൽ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിനെ കൊന്നുകളയാൻ, ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിനെ കൊന്നുകളയാന് ഒരിക്കലും സുമാമത്ത് ഇബ്നു ഉസാൽ തീരുമാനിക്കുകയാണ്. പാതിരാത്രിയുടെ മറവിലതാ പ്രവാചകനെ കൊല്ലാൻ സുമാമത്ത് ഇബ്നു ഉസാൽ ഒരു ഈത്തപ്പനയുടെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. അതാ പതിവില്ലാതെ വഴിയിലൂടെ നടന്നു വരികയാണ് ഹബീബായ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. സുമാമയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായല്ലോ. ഒറ്റക്കാണ് മുഹമ്മദ് വരുന്നത്, അനുയായികളാരുമില്ല. എത്ര കാലമായിട്ട് മുഹമ്മദിന്റെ തല കൊയ്തെടുക്കാൻ കാത്തിരുന്നതാണ്. ഇന്നാണ് അവസരം ഒത്തുവന്നത്. ഇനിയും ഇതുപോലൊരു അവസരം എന്റെ ജീവിതത്തിൽ ലഭ്യമല്ല. ഇന്ന് ഈ അവസരം ഞാൻ പരമാവധി മുതലാക്കുമെന്ന് പ്രഖ്യാപിച്ച് സുബ്ഹാന റബ്ബി, ഈ തപ്പനയുടെ പുറകിൽ ഒളിച്ചിരുന്ന സുമാമത്ത് ഇബ്നു ഉസാൽ തന്റെ വാള് വലിച്ചൂരിയിട്ട് പ്രവാചകന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ്. പ്രവാചകന്റെ കഴുത്തിലേക്ക് സുമാമത്ത് ഇബ്നു ഉസാൽ തന്റെ വാളെടുത്തു വെക്കുകയാണല്ലോ. പ്രവാചകനും ഭയപ്പെട്ടു പോവുകയാണ്. സുമാമയുടെ വാൽത്തലയ്ക്ക് ഇന്ന് ഞാൻ ഇരയാകുമല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചകനെ സഹായിക്കുകയാണ്. സുമാമത്ത് ഇബ്നു ഉസാലിന്റെ മുമ്പിലേക്ക് അതാ പടച്ചറബിന്റെ സഹായമെന്നോള് സുമാമയുടെ കൊച്ചാപ്പ കടന്നു വരികയാണ്. പിതൃവ്യം കടന്നു വരികയാണ്. സുമാമയുടെ കൈക്ക് പിടിച്ചിട്ട് പറയുന്നു, സുമാമ, നീ മുഹമ്മദിനെ കൊന്നുകളയല്ലേ, മുഹമ്മദിനെ നീ ഉപദ്രവിക്കരുതേ. സുമാമയ്ക്ക് പിതൃവ്യന്റെ വാക്ക് കേട്ടിട്ട് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവസാനം തന്നെ ശ്രമം പാഴായി പോവുകയാണ്. പ്രവാചകരെ സുമാമ നിരുപാധികം വിട്ടയക്കുകയാണ്. അതാ സുമാമയ്ക്കു തന്റെ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. ഇത്രത്തോളം ഒരു അവസരം എന്റെ ജീവിതത്തിൽ വന്നിട്ട് മുഹമ്മദിന്റെ കയ്യിൽ കിട്ടിയിട്ട് നിരുപാധികം എനിക്ക് വിട്ടയക്കേണ്ടി വന്നല്ലോ. സുമാമയ്ക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട ചിലരെ സുമാമ പച്ചക്ക് കശാപ്പു ചെയ്ത് കളഞ്ഞു. മദീനത്തെ പള്ളിയിലിരിക്കുന്ന പ്രവാചകന്റെ മുമ്പിലേക്ക് സഹാബത്ത് ഓടി ചെല്ലുകയാണ്. നബിയേ, സുമാമയെ കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയണില്ല. സഹാബത്തിൽപ്പെട്ട പലരെയും സുമാമ കൊന്നുകളഞ്ഞിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നിട്ട് സഹാബത്ത് ഇത് പറയുമ്പോ റസൂലുള്ള പറയുന്നു, സഹാബാ, സുമാമ എവിടെ കണ്ടാലും നിങ്ങൾ കൊന്നുകളഞ്ഞേക്ക്. പ്രവാചകന്റെ മുമ്പില് സഹാബത്തിനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞത്, സഹാബത്തെ, സുമാമ എവിടെ കണ്ടാലും അവരെ നിങ്ങൾ കൊന്നുകളഞ്ഞേക്ക്. സഹാബത്തില് ചിലർക്ക് സുമാമയെ അറിയാം, ചിലർക്ക് സുമാമയെ അറിയില്ല. പാതിരാത്രി പ്രവാചകന്റെ സഹാബത്ത് സുമാമയെ നോക്കിയിട്ട് സുമാമയെ അന്വേഷിച്ചിട്ട് മദീനയുടെ ഭ്രാന്ത പ്രദേശങ്ങളിൽ തിരിഞ്ഞു നടക്കുകയാണ്. ആ സമയത്താണ് സുമാമയുടെ അംഗരക്ഷകർ പറഞ്ഞത്, അല്ലയോ സുമാമ, ഈ നാട്ടിൽ
നാട്ടിൽ നിന്നാല് നിന്നെ മുഹമ്മദിന്റെ അനുയായികളെ വകവരുത്തുമെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. രക്ഷപ്പെട്ടോ, കുറച്ച് നാളൊന്നു മാറി നിന്നോ. സുമാമത്ത് ബിൻ ഉസാലിന് ബുദ്ധി തോന്നുകയാണ്, ഈ നല്ല സമയം നോക്കിയിട്ട് ജാഹിലിയ്യത്തിന്റെ ഉംറ നിർവഹിക്കാൻ സുമാമ തന്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് മക്കയിലേക്ക് രാത്രി പുറപ്പെടുകയാണ്. മദീനയുടെ ഓരത്തുകൂടി കടന്നു വരുമ്പോ സുമാമയതാ സഹാബത്ത് കാണുകയാണ്. ഈ തപ്പനയുടെ പുറകില് സുമാമ വീണ്ടും അതാ ഒളിച്ചിരിക്കുകയാണ്. സഹാബത്ത് കണ്ടു, സംശയമാണ്, കണ്ടാൽ പെട്ടുപോയി. അതാ സുമാമത്ത് ബിൻ ഉസാലിനെ സഹാബത്ത് ഈ തപ്പന നാരിൽ കെട്ടിയിട്ടിട്ട് സഹാബത്ത് മദീനത്തെ പള്ളിയിൽ കൊണ്ടുപോവുകയാണ്. ബഹുരസമെന്തെന്നറിയോ? സുമാമയെ കൊണ്ടുപോയ സഹാബത്തിനറിയില്ല എന്റെ കയ്യിലിരിക്കുന്നത്, ഞങ്ങള് ബന്ധനസ്ഥനാക്കിയിരിക്കുന്നത് സുമാമത്ത് ബിൻ ഉസാലിനെ ആണെന്ന് സഹാബത്തിനറിയില്ല. സഹാബത്ത് പാതിരാത്രി ഒരു മനുഷ്യനെ അന്വേഷിച്ചു നടന്നു, കയ്യിൽ കിട്ടിയില്ല. പക്ഷേ ഈ തപ്പനയുടെ പുറകിൽ ഒളിച്ചിരുന്ന മനുഷ്യനെ കണ്ട് പന്തികേട് തോന്നിയപ്പോ സഹാബത്ത് പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ട് മദീനത്തെ തൂണിൽ ബന്ധിപ്പിക്കുകയാണ്. പ്രവാചകന് സുബൈക്ക് പള്ളിയിലേക്ക് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കട്ടെ ഈ മനുഷ്യന് ശത്രുവാണോ മിത്രമാണോ എന്ന് അള്ളാന്റെ റസൂല് തീരുമാനിക്കട്ടെ. നേരം പരപരാ വെളുക്കുകയാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ മിനാരത്തിലൂടെ ബിലാലിന്റെ ബാങ്ക് കേട്ട് മദീന ഉണരുകയാണ്. സഹാബത്ത് എല്ലാവരും മദീനയിൽ ലക്ഷ്യം വെച്ച് പുറപ്പെടുകയാണ്. സഹാബത്ത് കൂടി നിൽക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂല് കടന്നു വരികയാണ്. ചോദിക്കുന്നു, സഹാബത്തെ എന്താണ് ഇവിടെ നിങ്ങൾ കൂടി നിൽക്കുന്നത്? സഹാബത്ത് പറഞ്ഞു, നബിയേ, പാതിരാത്രി സമയത്ത് സുമാമത്ത് ബിൻ ഉസാലിനെ അന്വേഷിച്ചു ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഞങ്ങളുടെ യാത്രാമധ്യേ അപരിചിതനായ ഒരു മനുഷ്യന് സംശയം തോന്നിയപ്പോ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതാണ് നബിയെ. ഇതാ മദീനത്തെ തൂണിൽ ഞങ്ങൾ ആ മനുഷ്യനെ കെട്ടിയിട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുമാമത്ത് ബിൻ ഉസാലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂല് തെല്ല് പുഞ്ചിരിയോടെ സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബ ഇതാരാണെന്നറിയണ്ടയോ? സഹാബ ഇതാരാണെന്നറിയണ്ടയോ? കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായി നിങ്ങൾ ഒരു മനുഷ്യനെ അന്വേഷിച്ചു നടന്നില്ലേ? ആ മനുഷ്യനാണിത്, യമാമയുടെ ഭരണാധികാരി സുമാമത്ത് ബിൻ ഉസാല്. സഹാബത്താ പേര് കേട്ടപ്പോഴേ വാൾ വലിച്ചൂരിയിട്ട് കഴുത്തിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, വേണ്ട സഹാബത്തെ, വേണ്ട സഹാബത്തെ, ആ ചെറുപ്പക്കാരനെ നിങ്ങൾ പ്രയാസപ്പെടുത്തണ്ട, ആ മനുഷ്യരെ നിങ്ങൾ അപായപ്പെടുത്തണ്ട, ആ മനുഷ്യരെ നിങ്ങൾ ഉപദ്രവിക്കണ്ട, ആ മനുഷ്യരെ നിങ്ങൾ 3 നാള് അതിഥിയായിട്ട് ഏറ്റെടുക്കണമെന്ന് പ്രവാചകൻ പറയുകയാണ്. ഭക്ഷണത്തിന് കുറവ് വരരുത്. ആരാണ്? കണ്ടാ കൊന്നു കളഞ്ഞോളാ പറഞ്ഞ മനുഷ്യൻ സഹാബത്തിന്റെ കയ്യിലകപ്പെട്ടിട്ട് നിരുപാധികം ആ മനുഷ്യന്റെ കീഴടങ്ങലാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞത്, വേണ്ട, ആ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കരുത്. സഹാബത്ത് അമ്പരന്നു പോയി. എന്തിനാണ് അള്ളാന്റെ റസൂല് ആ മനുഷ്യനെ പ്രയാസപ്പെടുത്തണ്ട, സൽക്കരിക്കണമെന്ന് പറഞ്ഞത്? സഹാബത്തിനറിയുമല്ലോ അള്ളാന്റെ റസൂല് പോയി വാക്ക് പറയുന്നവനല്ല. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. അല്ലാഹുവിന്റെ ദിവ്യബോധനമില്ലാതെ പ്രവാചകൻ സംസാരിക്കാറില്ല. അള്ളാഹുവിന്റെ ദിവ്യബോധനവുമില്ലാതെ പ്രവാചകന്റെ നാവ് ഉയരാറില്ല. അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബത്തെ, ആ ചെറുപ്പക്കാരനെ മനുഷ്യരെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുതേ. അങ്ങനെ റബ്ബേ 3 നാൾ ആ മനുഷ്യനെ സഹാബത്തതാ അതിഥിയായി സ്വീകരിക്കുകയാണ്. 1-ാമത്തെ ദിവസം ഭക്ഷണം കഴിച്ചിരിക്കുന്ന സുമാമയുടെ മുമ്പിലേക്ക് റസൂലുള്ള വന്നിട്ട് ചോദിക്കുന്നു, മാതാ
ഇന്നകയാ സുമാമാ സുമാമ നിന്റെ വിശേഷം ഒന്ന് പറയുമോ? സുമാമ പറഞ്ഞു ഇന്ദി മുഹമ്മദുൻ ഖൈർ, മുഹമ്മദേ എനിക്ക് സന്തോഷമാണ്, കുഴപ്പമൊന്നുമില്ല. നീ എന്നെ വെറുതെ വിട്ടാല് ഞാനെന്നും നിന്നോട് നന്ദിയുള്ളവനാണ്. പൈസ വേണോ സമ്പത്ത് വേണോ സമ്പത്ത് തരാം. അതല്ല നീ എന്നെ കൊല്ലാനാണ് ഉത്തരവിടുന്നതെങ്കിൽ കൊല്ലപ്പെടാൻ ഞാൻ അർഹനാണ്. നിന്റെ സഹാബത്തിൽപ്പെട്ട പലരെയും ഞാൻ കൊന്നുകളഞ്ഞവനാണ്. അള്ളാന്റെ റസൂല് സുമാമയുടെ മറുപടി കേട്ടു മിണ്ടാതെ പോയി. രണ്ടാമത്തെ ദിവസവും മഗ്‌രിബിനോടടുത്ത സമയത്ത് അള്ളാന്റെ റസൂല് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, മാതാ ഇൻദകയാ സുമാമാ, സുമാമാ നിന്റെ വിശേഷം ഒന്ന് പറയുമോ? ഒന്നാമത്തെ ദിവസം പറഞ്ഞ അതേ മറുപടി തന്നെയാണ് സുമാമക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുമാമയോട് ചോദിക്കുന്നു, മാതാ ഇൻദകയാ സുമാമാ, സുമാമ നിന്റെ വിശേഷം ഒന്ന് പറയോ സുമാമ? സുമാമ പറഞ്ഞു, മുഹമ്മദേ നീ എന്നെ കൊല്ലാനാണ് ഉത്തരവിടുന്നതെങ്കിൽ കൊല്ലപ്പെടാൻ ഞാൻ അർഹനാണ്. നിന്റെ സഹാബത്തിൽപ്പെട്ട പലരെയും ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. നീ എന്നെ വെറുതെ വിട്ടാൽ ഞാൻ എന്നും കടമപ്പെട്ടവനാണ്, നന്ദിയുള്ളവനാണ്. സമ്പത്ത് വേണോ? നിനക്ക് സമ്പത്ത് തരാം. 3 ദിവസവും ഒരേ മറുപടി തന്നെയാണ് സുമാമക്ക് പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, സഹാബാ സുമാമയുടെ കൈകാലുകളിലെ കെട്ടുകൾ നിങ്ങൾ അഴിച്ചുവിടൂ. സഹാബത്ത് സുമാമയെ സ്വതന്ത്രനാക്കുകയാണ്. കൈകാലുകളിലെ ഈത്തപ്പനനാരുകൾ അഴിച്ചുവിടുകയാണ്. സുമാമ ഞെട്ടിത്തെരിച്ചു പോയി. എന്താ സംഭവിച്ചത്? എന്തിനാണ് എന്നെ വെറുതെ വിടുന്നത്? മുഹമ്മദിന്റെ അനുയായികളെ കൊന്നുകളഞ്ഞവനല്ലേ ഞാന്? ഒരു വേള മുഹമ്മദിന്റെ റിസാലത്തിന്റെ കഴുത്തില് എന്റെ വാള് ഞാൻ ഓങ്ങിയവനല്ലയോ? എന്നിട്ടും എന്താ മുഹമ്മദ് എന്നെ വെറുതെ വിട്ടത്? സംശയത്തിന്റെ കണികകള്, സംശയം പലതും സുമാമയുടെ മനസ്സിലുണ്ട്. അതാ പ്രവാചകൻ നിരുപാധികം വിട്ടയക്കുകയാണ് സുമാമയെ. സുമാമ തന്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ടു മദീനത്തെ മട്ടുപ്പാവിൽ നിന്ന് മെല്ലെ നീങ്ങുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്തിന്റെ വാതായനങ്ങള്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്തിന്റെ വാതായനങ്ങള് സുമാമയുടെ മനസ്സിലേക്ക് തുറന്നിട്ട് കൊടുക്കുകയാണ്. സുമാമയതാ തന്റെ ഒട്ടകപ്പുറത്തു നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ജന്നത്തുൽ ബഖീന്റെ ചാരത്തുള്ള നദിയിൽ പോയിട്ട് ഒളിവെടുക്കുകയാണ്. അങ്ങ് ശുദ്ധി വരുത്തുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് സുമാമ തിരിച്ചു നടക്കുകയാണ്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മദീനത്തെ പള്ളിയില് സഹാബത്തിന്റെ ചുറ്റും കൂടി, സഹാബത്ത് പ്രവാചകന്റെ ചുറ്റും കൂടി ഇരിക്കുമ്പോ സഹാബത്തിനെ വകഞ്ഞു മാറ്റിയിട്ട് കടന്നു വരികയാണ് സുമാമ. ഹബീബായ പ്രവാചകന്റെ സഹാബത്ത് പേര് കേട്ടാൽ അറപ്പോടെ കണ്ട സുമാമ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ സഹാബത്ത് നിശ്ചലമായിരിക്കുകയാണ്. പ്രവാചകന്റെ കൈ പിടിക്കുകയാണ് സുമാമ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് സുമാമത്ത് ഇബ്നു ഉസാല് പേര് കേട്ടിട്ട് മിണ്ടാതിരിക്കല്ലേ. സുമാമത്ത് ഇബ്നു ഉസാല് റളിയല്ലാഹു അൻഹു അതുവരെ പേര് കേട്ടാൽ അറപ്പോടെ, അതിനു മുമ്പ് വരെ പേര് കേട്ടാൽ അറപ്പോടെ സഹാബത്ത് കണ്ട മനുഷ്യനാണ്. തന്റെ വാൾത്തല കൊണ്ട് തല വെട്ടിയെടുക്കാൻ സഹാബത്ത് കാത്തിരുന്ന മനുഷ്യന് സെക്കൻഡ് സമയം മാത്രമാണ് വാപ്പാ, സെക്കൻഡ് സമയം മാത്രമാണുമ്മ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
വിശുദ്ധ ഇസ്ലാമിന്റെ ശാദ്വല തീരങ്ങളിലേക്ക് അതാ കടന്നു വരികയാണ് സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞിട്ട് പറയുന്നുണ്ട്, മുഹമ്മദേ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത മുഖമുണ്ടല്ലോ, ഈ ദുനിയാവില് എനിക്കിഷ്ടമില്ലാത്ത ഏറ്റവും വെറുപ്പുള്ള മുഖം അത് നിന്റെ മുഖമായിരുന്നു മുഹമ്മദേ. ഇന്നെന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന മുഖം അത് നിന്റെ മുഖമാ മുഹമ്മദേ. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട മതം അത് നിന്റെ മതമാ മുഹമ്മദേ. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം നിന്റെ മതമാ മുഹമ്മദേ. മുഹമ്മദേ, ഈ നാട്ടിൽ ഞാൻ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്ഥലം നിന്റെ മദീനയാണ്. പക്ഷേ ഇന്നെന്റെ മനസ്സിന്റെ ഉള്ളില് നിന്റെ മദീന കഴിഞ്ഞിട്ടാണ് ഈ ലോകത്തിന്റെ സർവ്വതുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് സുമാമത്ത് ബിൻ ഉസാൽ പ്രഖ്യാപിച്ചു. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ അനുയായികളെ കൊന്നുകളഞ്ഞവനാണ് സുമാമ. അങ്ങയുടെ അനുയായികളെ കൊന്നുകളഞ്ഞവനാണ് നബിയേ സുമാമ. അതുകൊണ്ട് എന്നെ കൊന്നുകളയൂ നബിയേ, എന്നെ കൊന്നുകളയൂ നബിയേ, എന്നെ കൊല്ലാൻ അങ്ങ് ഉത്തരവിടൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സുമാമയുടെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് റിസാലത്തിന്റെ കൈ കൊണ്ട് തുടച്ചു. വാപ്പാ, റസൂലുള്ള പറയുന്നു, സുമാമ, അല്പം മുമ്പ് നീ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, അല്പ സെക്കൻഡ് മുമ്പ് നീ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ പടച്ച റബ്ബ് പുറത്തു തന്നു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമാമത്ത് ബിൻ ഉസാൽ പ്രവാചകനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, നബിയേ, ഞാൻ ജാഹിലിയ്യത്തിന്റെ ഉംറ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അങ്ങയുടെ അനുയായികൾ എന്നെ പിടിച്ചുകൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വീട്ടിൽ പോവണോ അതല്ല ഞാൻ മക്കയിലേക്ക് പോവണോ നബിയേ? റസൂലുള്ള പറയുന്നു, സുമാമ, നീ ജാഹിലിയ്യത്തിന്റെ ഉംറയല്ല ചെയ്യേണ്ടത്, നീ ജാഹിലിയ്യത്തിന്റെ ഉംറയല്ല ചെയ്യേണ്ടത്, വിശുദ്ധ ഇസ്ലാമിന്റെ ഉംറ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുമാമത്ത് ബിൻ ഉസാലിന് പറഞ്ഞു കൊടുക്കുകയാണ്. അവസാനം അല്ലാഹുവേ, പരിശുദ്ധമായ കഅബ ശരീഫിന്റെ മത്വാഫിലേക്ക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പരിശുദ്ധമായ കഅബ ശരീഫിന്റെ മത്വാഫില് ആ ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലി, ഉച്ചത്തിൽ ഉറക്ക തൽബിയത്ത് ചൊല്ലിയിട്ട് തവാഫ് ചെയ്ത ആദ്യത്തെ സഹാബിയായി ചരിത്രത്തിൽ ഇടം പിടിച്ചു സയ്യിദുനാ സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരൽപ സെക്കൻഡ് മുമ്പ് നീ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ പടച്ച റബ്ബ് നിനക്ക് പുറത്തു തന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടു പോയാൽ ഖസിറ ദുനിയ വൽ ആഖിറ, ദുനിയാവും നഷ്ടപ്പെട്ടു, നമ്മുടെ പരലോകവും നഷ്ടപ്പെട്ടു. അല്ലാഹു മരിക്കുന്ന സമയത്ത് പരിശുദ്ധ കലിമ നമ്മുടെ മനസ്സിൽ അല്ലാഹു ഉറപ്പിക്കട്ടെ. അല്ലാഹു നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കട്ടെ. ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടം അവന്റെ മരണസമയമാണെന്ന് വിശുദ്ധ ഖുർആൻ. ഒരു നേരം ഭക്ഷണം കിട്ടാത്തതാണ്, അതല്ലെങ്കിൽ ഒരാഴ്ച പട്ടിണി കിടന്നതാണ് ജീവിതത്തിന്റെ പരീക്ഷണമെന്ന് കരുതിയവരോട് റസൂലുള്ളാഹി പറയാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന ഏറ്റവും വലിയ പരീക്ഷണം ഏതാണ്? മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൽബിൽ നിന്ന് അല്ലാഹു ഈമാൻ ഊരിയെടുക്കുമോ അതല്ല ഈമാൻ ഉറപ്പിച്ചു വെക്കുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ തൊപ്പി വെച്ചതും ദാടി വെച്ചതും തലപ്പാവ് ധരിച്ചതും നിങ്ങളുടെ മുമ്പിൽ ഈ 2 മണിക്കൂർ നിന്ന് വയത് പറഞ്ഞതെല്ലാം മുസ്ലിമായി മരിക്കാനുള്ള ഒരു ക്വാളിറ്റിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ഏയ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നണുണ്ടോ? എനിക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയുമെന്ന് ഇടയ്ക്കൊന്ന് ചിന്തിക്കണം. ദുനിയാവ് മാത്രമായി പോയി നമ്മുടെ മനസ്സിനുള്ളിൽ, അല്ലേ? ദുനിയാവ് മാത്രമായി. രാവിലെ എഴുന്നേക്കണം, പണിക്ക് പോകണം, വീട്ടിൽ തിരിച്ചെത്തണം, ഭാര്യ മക്കൾ, സ്വസ്ഥമായ ഒരു ജീവിതം. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും വരാറില്ല. ഉണ്ടോ? മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്? ഇന്ന് എത്ര ആളുകളുണ്ട്? ഒന്ന് കൈവെക്കുക, ഞാൻ നോക്കട്ടെ എത്ര ആളുകളുണ്ടെന്ന്. ഞാൻ മരിച്ചു പോകുന്ന ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിച്ച് എത്ര പേരുണ്ട് ഈ സദസ്സിൽ? ഒന്ന് കൈവെക്കുക, ആത്മാർത്ഥമായിട്ട് ഒന്ന് കൈവെക്കുക. 1000 പേരടുത്തുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സദസ്സിൽ. ഞാൻ നാളെ ഇന്ന് ഈ ദുനിയാവിൽ സ്വസ്ഥതയോടുകൂടി ജീവിച്ചു. എന്റെ വീട്ടിലെ പട്ടുമത്തയിൽ കിടന്നുറങ്ങിയവനാണ് ഞാൻ. നാളെ കിടക്കുന്നത് 6 അടി മണ്ണിലാണല്ലോ റബ്ബേ. എത്ര ആളുകൾ? 1 2 3 4 5 6 7. റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ 70 പ്രാവശ്യത്തിൽ കൂടുതൽ, ഒരു ഹദീസിൽ 100 പ്രാവശ്യം ഞാൻ ഒരു ദിവസം മരണത്തെ ചിന്തിക്കുമെന്നാണ്. നമുക്ക് സമയമില്ല. ദുനിയാവ് അത്രമേൽ നമ്മളെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. വയല് കേൾക്കാൻ വരാൻ പോലും ആർക്കും സമയമില്ല. ചെറുപ്പക്കാരൊക്കെ ടർഫുകളിലാണ്. ഇവിടുത്തെ ചെറുപ്പക്കാരെ ടർഫിൽ പോകുന്നവരുണ്ടോ? ഉസ്താദിന്റെ പ്രസംഗം കേട്ടപ്പോഴെനിക്ക് തോന്നി ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ നല്ല പിള്ളേരാണ്. ഇനി ആ പാവപ്പെട്ടവനെ നെഞ്ചത്ത് കയറില്ല. പോയാ ഇത് പറയാതിരിക്കാൻ കഴിയില്ല മക്കളെ. നിങ്ങൾ വിചാരിക്കും ഉസ്താദന്മാർക്ക് ഇതൊക്കെ പറയാനുള്ളല്ലോ, അല്ലേ? 2 ദിവസം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ സിറാജുദ്ദീൻ ഖാസിമിയുടെ ഫോട്ടോയും വെച്ചിട്ട് വലിയൊരു ലൈവ് ഇടുന്നുണ്ട്. ഞാനും പ്രിയ സുഹൃത്ത് ഇസ്മായിൽ ഖാസിമി ഇങ്ങനെ കേൾക്കുകയാണ്. കാളമ്പാടി ഉസ്താദും ശംസുലുലമയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്, അവരൊക്കെ പോയത് നടന്നാണ്, അവർക്കൊന്നും വണ്ടിയില്ലായിരുന്നു. സിറാജുദ്ദീൻ ഖാസിമിക്ക് ലക്ഷത്തിന്റെ വണ്ടിയുണ്ട്, ഇല്ലേ? ലോകം മാറുന്നതനുസരിച്ച് ഇപ്പൊ ഫ്ലൈറ്റിൽ കയറുന്നതിനെ ഇപ്പോ ബിസ്മി പറഞ്ഞ നമ്മൾ പറഞ്ഞ സൗദി അറേബ്യയിൽ എത്തൂലല്ലോ, ഇല്ലേ? വയല് പറയുന്നവർക്ക് ഇതൊന്നും പാടില്ല. അവര് പണ്ടത്തെ പോലെ, അല്ലേ? ഗാന്ധിജി നടന്ന മാതിരി അതേ വേഷത്തിൽ തന്നെ നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഉപദേശിക്കാൻ കഴിയില്ല. ഒരാളെയും മനസ്സ് തുറന്നൊന്നും ഉപദേശിക്കാൻ കഴിയാത്ത കാലമാണ്. ഉരുളക്കുപ്പേരി എന്ന മറുപടിയാണ്. ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും ഒക്കെ ഗ്രൂപ്പുകളിലൊക്കെ കമന്റ് ബോക്സുകളിൽ മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാര് സ്വർഗം നരകമൊക്കെ പറയുമ്പോ അവര് പറയുന്നൊരു മറുപടിയാണ്, ഞങ്ങൾ എവിടെ പോ, ഞങ്ങളുടെ സ്വർഗവും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? ഉസ്താദന്മാർക്ക് വേറെ പണിയില്ലേ എന്നാണ് ചെറുപ്പക്കാര് ചോദിക്കണം. മക്കളെ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒന്ന് വിചാരിച്ചു പോയിരുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ പോലും മുസ്ലിമായിട്ട് ഉണ്ടാവുകയില്ലായിരുന്നു. മദീനത്തെ പള്ളിയുടെ ഓരത്തുകൂടെ ഒരു ജൂതന്റെ ജനാസ കടന്നു പോയപ്പോ പ്രവാചകൻ എഴുന്നേറ്റു നിന്നു. മാത്രമല്ല, അവിടുന്ന് റിസാലത്തിന്റെ കണ്ണ് നനഞ്ഞു എന്നാണ്, അവിടുന്ന് കരഞ്ഞു എന്നാണ് ചരിത്രം. സഹാബത്ത് ചോദിച്ചു, നബിയെ, ഒരു ജൂതനായ മനുഷ്യന്റെ ജനാസ കണ്ടപ്പോ അങ്ങ് എഴുന്നേറ്റു നിന്നു, ഒരു റെസ്പെക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം, എന്തിനാണ് അങ്ങ് കരഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു മനുഷ്യൻ അമുസ്ലിമായി മരണപ്പെട്ടു പോയല്ലോ. ഇത് ഞങ്ങളിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ബാധ്യതയാണ്. ഇത് അല്ലാഹു ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ്. ആരാണ് ഈ ഉമ്മത്തിനെ സംസ്കരിക്കാനുള്ളത്? പണ്ഡിത ദൗത്യമാണ്. നിങ്ങൾ കാണിക്കുന്ന പെസകളും പിഴവുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോ സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോൾ വിമർശന ബുദ്ധിയോടുകൂടി നിങ്ങൾ അതിനെ കാണരുത്. ടർഫുകളിലൊക്കെ ഞങ്ങളും കളിക്കലും, ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കും, ഞങ്ങളും കളിക്കും ഒഴിവ് വേളകളിലൊക്കെ. അത് സ്ഥിരമാക്കുന്ന ഒരു സാഹചര്യം ചെറുപ്പക്കാർക്കിടയിൽ സജീവമായിട്ട് പലയിടത്തും കാണുകയാണ്. ഈ വയലൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോ 2 മണിക്കും 2:30 മണിക്കും 3 മണിക്കും ഒക്കെ ടർഫുകളിൽ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് ടർഫുകളിലാണ് രാത്രി സമയങ്ങൾ മുഴുവനും.
12, 18, 20 വയസ്സുള്ള ചെറുപ്പക്കാര് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. എത്രയെത്ര വാർത്തകളാണ്. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ ആര് കുഴഞ്ഞു വീണ് മരിച്ചാലും ആദ്യം നമ്മൾ മോഡിയുടെ നെഞ്ഞത്താണ് കാരണം, അല്ലേ? കേന്ദ്രം നൽകിയ വാക്സിൻ കുത്തിവെച്ചു, കുഴഞ്ഞു വീണു. അള്ളാന്റെ കലായാണ്, കദറാണെന്ന് പറയാൻ നമുക്ക് കഴിയണില്ല. നമ്മളിപ്പോഴും വാക്സിന്റെ പുറകെയാണ്. മാത്രമല്ല, ഈ ചെറുപ്പക്കാരുടെ ജീവിത ശൈലികൾ പലതും അത്തരത്തിലുള്ള മരണം വരിക്കാൻ കാരണമായി എന്നുള്ളതും നിങ്ങൾ മറന്നു പോവരുത്. ശരീരത്തിന് ചില വിശ്രമം കൊടുക്കേണ്ട സമയമുണ്ട്, രാത്രിയിൽ ഉറങ്ങണ സമയമാണ്. നിങ്ങൾക്കിപ്പോ ഇന്നും നാളെയും കഴിഞ്ഞു പരിപാടി. ഇടയ്ക്കെപ്പോഴെങ്കിലും ഒക്കെ ഒരു 4-5 ദിവസം വയത് സംഘടിപ്പിക്കുമ്പോ സമയമില്ല, ഉറക്കം, ക്ഷീണം, ഭയങ്കര ക്ഷീണമാണ്. പക്ഷെ ഇന്ന് ചെറുപ്പക്കാരൊക്കെ പ്രായം ഒരു 18, 20 വയസ്സിനുള്ള ചെറുപ്പക്കാര് ടർഫുകളിലാണ് രാത്രി സമയങ്ങൾ ചെലവഴിക്കുക. മാതാപിതാക്കൾ ചോദിക്കണില്ല, പറയണില്ല, എപ്പോഴോ വന്നു, കിടന്നു, ഉറങ്ങി, സുബഹിയില്ല, മറ്റൊന്നുമില്ല. ഇങ്ങനെ ജീവിതശൈലി. പകൽ ഉണർന്നിരിക്കേണ്ട മനുഷ്യൻ പകല് മുഴുവൻ ഉറക്കത്തിലും, രാത്രി ഉറങ്ങേണ്ട മനുഷ്യൻ മുഴുവനും ഉണർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ ജീവിതശൈലികളെ മാറ്റണം മക്കളെ. ആലിമീങ്ങൾ ഉപദേശിക്കുമ്പോ ആ ഉപദേശങ്ങളെ സ്വീകരിക്കണം, വിമർശനമായിട്ടല്ല, അതൊരു ഉപദേശമായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. പുതുതലമുറ അത്രമേൽ വിശുദ്ധ ദീനിനെ തൊട്ട് അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ക്യാമ്പസ് തലങ്ങളിലെ രാഷ്ട്രീയ മേഖലകളൊക്കെയും പലപ്പോഴും ഈ ചെറുപ്പക്കാരെ മതത്തിൽ നിന്ന് വലിച്ചുകൊണ്ടു പോവുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാമാണെന്നാണ്. സ്നേഹബുദ്ധിയാലുള്ള ഉപദേശങ്ങൾ നിങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കണം. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കണില്ല. മാറാൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ട്, വഴികളുണ്ട്, അവസരങ്ങളുണ്ട്, നസീഹത്തുകളുണ്ട്, എല്ലാമുണ്ട്. നമുക്കൊന്ന് മാറി ചിന്തിക്കണം. മതം വിട്ടുപോകുന്ന മക്കൾ ഈ ലോകത്ത് ഉയർന്നു വരികയാണ്. യുക്തിവാദികൾ ഇസ്ലാമിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ മസ്തിഷ്കങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് പരിശുദ്ധ ദീനിൽ നിന്ന് അവർ വ്യതിചലിപ്പിക്കാനുള്ള സംഗതികളുമായിട്ട് കടന്നു വരികയാണ്. ജാഗ്രത പാലിക്കണം. കാരണം വിശ്വാസം എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 18 വർഷം മുസ്ലിമായി ജീവിച്ച പെൺകുടിയാണ്, മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥിനിയാണ്. ഒരൊറ്റ രാത്രി അവസാനിച്ച് നേരം വെളുക്കുമ്പോ ഹിദായത്തിന്റെ വാതിൽക്കലിൽ നിന്ന് ബഹുദൂരം പുറത്തേക്ക് പോയത് ഈ സമുദായത്തിന്റെ പെൺകുട്ടികളാണ്. അള്ളാഹു ഈമാൻ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കട്ടെ. ഉറക്കെ ആമീൻ പറയേ. അള്ളാഹു നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറപ്പിക്കട്ടെ. മുസ്ലിമായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. എപ്പോഴും പടച്ചറബിനോട് നിങ്ങൾ തേടേണ്ട ഒരു തേട്ടമാണ്. എന്റെ സഹോദരിമാരുടെ ഭാഗത്ത് വാലണ്ടിയർമാര് ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഒപ്പം നിങ്ങൾക്ക് ഓരോ കവർ എല്ലാവർക്കും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ലേഡീസ് ഓൺലി. ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ കയ്യിലേക്ക് ഒരു കവർ തരുന്നു. ഒരു അമാനത്താണ്, പള്ളിയുടെ പൈസക്ക് വാങ്ങിയതാണ്. പൈസ ഇട്ടില്ലെങ്കിൽ ഈ കവർ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. പൈസ ഇട്ടില്ലേലും കവർ ചുരുട്ടി കൂട്ടി കളയാൻ നിൽക്കണ്ട, ഇത് കൊണ്ട് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നല്ല ഒരു സദഖ, വലിയ ചെലവുള്ള പരിപാടിയാണ്. മുഖത്തൂര് സർഫുദ്ദീൻ നിങ്ങളുടെ മഹലിനെ കുറിച്ചൊക്കെ വളരെ വിശാലമായി പറയുകയും നല്ല സ്നേഹമുള്ള ആളുകളാണ്. പ്രസംഗം കേൾക്കാനും ദീനിനോടുമൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു ജമാഅത്തൊക്കെയാണ് എന്ന് പറയുമ്പോ അൽഹംദുലില്ലാ നിങ്ങളെ ആ സ്നേഹവും ആ സ്വീകരണമൊക്കെ വളരെ ഹൃദ്യമായി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ സ്നേഹം ദീനിനോടുള്ള മുഹബ്ബത്താണ്, ദീനിനോടുള്ള സ്നേഹമാണ്.
ആ സ്നേഹം എല്ലാ മേഖലയിലും ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്നെ സഹോദരിമാര്, നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ആ ബക്കറ്റിൽ നല്ലൊരു സ്വതക്ക ഇടണം. ഒപ്പം ഈ കവറിൽ കാര്യമായൊരു സ്വതക്ക ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിക്ഷേപിക്കണം. ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും പൂർത്തിയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹലാലായ മുറാദ് കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് കവറിൽ നിങ്ങൾ ഇട്ടുകൊടുക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി ജീവിതാവസാനം വരെ അള്ളാഹു സന്തോഷം നിലനിർത്തട്ടെ. അള്ളാഹു സന്തോഷം നിലനിർത്തട്ടെ. നിർത്താറായോ? എത്ര ഉണ്ട്? 12. എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. 10 മണിക്ക് കറക്റ്റ് അല്ലേ നിർത്തുക എന്നുള്ളത്? പ്രസിഡന്റ് എവിടെ പോയാ? ഒരു 3 സ്വലാത്ത് ബിഫദ്ലി സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു നമ്മുടെ സ്വലാത്തിനെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് 10 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 മണിയാണ്. 10 മണിക്ക് അപ്പുറത്തേക്ക് പോകില്ല, ഒരു സെക്കൻഡ് പോലും പോകില്ല ഇൻഷാ അല്ലാഹ്. അങ്ങനെ അപ്പൊ ഇരുന്നോളി. 10:30 ഒരല്പം കൂടെ മുന്നോട്ട് പോയാലും കുഴപ്പമില്ല എന്ന് സംഘാടകർ. നിങ്ങൾ ഇരിക്കുമെങ്കിൽ പറയും, വിഷയം എങ്ങും എത്തിയിട്ടില്ല. അല്ലേ സഫീറെ? സഫീറിന്റെ മൈക്കും സൗകര്യങ്ങളും ഒക്കെ ആകുമ്പോൾ 2 മണിക്കൂർ വയത് പറയണം ന്യായമായിട്ട്. നിങ്ങൾ ഇരിക്കുമെങ്കിൽ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഉറക്കെ ആമീൻ പറയേ. അള്ളാഹു സ്വീകരിക്കട്ടെ. മുസ്ലിമായി മരിക്കണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അള്ളാഹിനോട് എപ്പോഴും തേടിക്കൊണ്ടിരിക്കണം. കാരണം നമുക്കറിയില്ല, ഒരു മനുഷ്യന്റെ ഈമാൻ അല്ലാഹു പരീക്ഷിക്കുന്നത് ആ മനുഷ്യന്റെ മരണവേളയിലാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരുന്നിട്ട് പ്രവാചകന്റെ ഒരു ദുആ കാണാം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്റെ വയത് കേൾക്കാൻ കടന്നു വന്ന വാപ്പമാര്, ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങള്, എപ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ദുആയാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ പരിശുദ്ധ ദീനിൽ ഉറപ്പിച്ചു വെക്കണേ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരുന്നിട്ട് പ്രവാചകൻ ഈ ദുആ ചെയ്യുമ്പോ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ അങ്ങിങ്ങനെ ദുആ ചെയ്യുന്നത്? എന്തിനാണ് നബിയെ അങ്ങിങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകൻ പറഞ്ഞത്, ഉമ്മു സലമ, ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ പക്കലാണ്. ഒരു മനുഷ്യന്റെ ഹൃദയമുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ പക്കലാണ്. ഫമൻ ശാഅ ഖാമ വമൻ ശാഅ സാഗ. ഒന്നെങ്കിൽ അല്ലാഹു ആ മനുഷ്യന്റെ ഹൃദയത്തെ പരിശുദ്ധ ഇസ്ലാമിൽ ഉറപ്പിച്ചു വെക്കുകയാണ്. അതല്ലെങ്കിൽ ഖാബിദുൽ അർവാഹു മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ആ സമയത്ത് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു പരിശുദ്ധ ഈമാൻ ഊരിയെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ദായിമാക്കണേ, എപ്പോഴും നിങ്ങൾ ചൊല്ലണേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എപ്പോഴാണ് വിശ്വാസം നഷ്ടപ്പെടുന്നതെന്ന് പറയാൻ കഴിയില്ല. മഹാനായ സഹീൽ ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു രണാങ്കണത്തിൽ പങ്കുകൊള്ളുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരനായ മനുഷ്യനുണ്ടല്ലോ, ശത്രുവിന്റെ ഇടയിലേക്ക് ഊരിപ്പിടിച്ച വാളുമായി കടന്നു പോയിട്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കുന്ന രംഗമാണ് സഹാബത്ത് കാണുന്നത്. ഹബീബായ പ്രവാചകന്റെ മുമ്പ് ഇരുന്നിട്ട് സഹാബത്ത് ആ ചെറുപ്പക്കാരനെ കുറിച്ച് പറയുകയാണ്. ഈ മനുഷ്യൻ ആരാണെന്നറിയുമോ സഹാബ? ഇന്നത്തെ ദിവസം അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടുന്ന മനുഷ്യനാണിവന്. ഇവനാണ് ഇന്ന് സ്വർഗീയ അവകാശിയെ ആർക്കെങ്കിലും കാണണമെങ്കിൽ, സ്വർഗാവകാശിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ സഹാബത്തെ ശത്രുവിന്റെ തല കൊയ്തെടുക്കുന്ന ചെറുപ്പക്കാരനെ നിങ്ങൾ നോക്കൂ. സഹാബത്തെല്ലാം ആശയോടെ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നാവിലൂടെ വെളിയിലേക്ക് വരികയാണ്. സഹ്ൽ ഇബ്നു സഈദ് ഹുവ മിൻ അഹ്ലിന്നാർ. സഹാബത്തെല്ലാവരും സ്വർഗത്തിലാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ? ഹുവ മിൻ അഹ്ലിന്നാർ. സഹാബ മനുഷ്യൻ നരകത്തിലാണത്രേ. സഹാബത്തിനു വല്ലാത്ത അത്ഭുതമായി പോയി. എന്തിനാണ് എന്റെ പ്രവാചകന് ആ ശത്രുവിന്റെ തല കൊയ്തെടുത്തിട്ട് രണാങ്കണത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ നോക്കിയിട്ട് ഞങ്ങളെല്ലാവരും സ്വർഗത്തിലെന്ന് പറയുമ്പോ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രം എന്തിനാണ് ആ മനുഷ്യൻ നരകത്തിലാണെന്ന് പറയുന്നത്? സഹ്ൽ ഇബ്നു സഈദ് തങ്ങൾ ഇടവേളകളിൽ ആ ചെറുപ്പക്കാരനെ അന്വേഷിക്കാൻ രണ്ടാളുകളെ ചുമതലപ്പെടുത്തുകയാണ്. അസത്യവും സത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാനമതാ ഒരു ശത്രുവിന്റെ വാളിന്റെ വെട്ടേറ്റിട്ട് ആ ചെറുപ്പക്കാരന്റെ കാല് മുറിയുകയാണ്. ആ മുറിവിലൂടെ രക്തം വെളിയിലേക്ക് ഒഴുകുകയാണ്. വേദനയാ ചെറുപ്പക്കാരന് സഹിക്കാൻ കഴിയണില്ല. അവസാനമല്ലാ ആ ചെറുപ്പക്കാരന്റെ കയ്യിലിരുന്ന വാളെടുത്തിട്ട് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിയിറക്കിയിട്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയാണ്. സഹാബി ഓടുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെ ഓടുകയാണ്. പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞു, നബിയേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒന്നുകൂടി നബിയേ ഞാൻ അങ്ങയെ സാക്ഷ്യം വഹിക്കുകയാണ്. അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയേ, അങ്ങ് പറഞ്ഞത് സത്യമാണ് നബിയേ. സഹ്ൽ ഇബ്നു സഈദിനോട് പ്രവാചകന്റെ മറുപടിയാണ്. സഹ്ൽ ഇബ്നു സഈദ്, എപ്പോഴാണ് ഈമാൻ, എപ്പോഴാണ് പടച്ച റബ്ബ് നമ്മുടെ മനസ്സിൽ നിന്ന് വിശ്വാസം ഊരിയെടുക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതൊരു പരീക്ഷണ ഘട്ടമാണ്. പലർക്കും അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കിട്ടിയത് നമ്മൾ കണ്ടവരാണ്. എന്റെ നാടിന്റെ അടുത്താണ് ഒരു സഹോദരന് ഒറ്റ സുബഹി ജമാഅത്ത് പോലും പള്ളിയിലല്ലാതെ നിസ്കരിക്കാറില്ല. മരിക്കുന്ന അന്നത്തെ ദിവസവും അല്ലാഹുവേ ഇമാമിന്റെ പിറകിൽ നിന്ന് സുബഹി നിസ്കരിച്ച സഹോദരനാണ്. CCTVയില് കൃത്യമായിട്ട് ആ മനുഷ്യന്റെ നിസ്കരിക്കുന്ന രംഗം കാണാം. ആ സുബഹി നിസ്കാരം കഴിഞ്ഞു വന്നിട്ട് 7 മണി സമയമെത്തിയപ്പോ ആ സഹോദരൻ തന്റെ വീട്ടില് ഒരു മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞത്രേ. നമുക്ക് പറയാൻ കഴിയോ മുസ്ലിമായി മരിക്കാൻ കഴിയുമെന്ന്? എപ്പോഴും അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടിരിക്കണേ വാപ്പാ, അല്ലാഹുവോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണേ പെങ്ങളെ. പടച്ചോനെ എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണേ എന്ന് അല്ലാഹുവിനോട് നിങ്ങള്, പടച്ച റബ്ബിനോട് നിങ്ങള് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണേ ചെറുപ്പക്കാരാ. ഇലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടു പോയാൽ, ഇലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടു പോയാ അല്ലാഹുവിന്റെ സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കില്ല.
സ്വർഗം തുറക്കാനുള്ള ഒന്നാമത്തെ പാസാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് രണ്ടാമത് എന്തെന്നറിയുമോ? വൗസിലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ്. അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത് നമ്മളോട് പറയുകയാണ് വൗസിലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. 20,000 മലക്കുകളാ ഓരോ ചങ്ങലകളിലും പിടിച്ചുകൊണ്ട് സ്വർഗം കടന്നു വരികയാണ്. ഖുർആൻ തന്നെ പറയട്ടെ, ആരുടെ മുമ്പിലേക്കാ സ്വർഗം വരുന്നത്? ആരുടെ മുമ്പിലേക്കാ സ്വർഗം കടന്നു വരുന്നത്? അല്ലാഹ് പറയുകയാണ്, ആരാണ് എന്നെ സൂക്ഷിച്ചവനാരാ? ആരാണ് എന്നെ പേടിച്ചവനാരാണ്? ആ മനുഷ്യന്റെ മുമ്പിലേക്കാണ് അല്ലാഹുവിന്റെ സ്വർഗം കടന്നു വരുന്നത്. പടച്ച റബ്ബിനെ പേടിച്ചത് എവിടാ ചെറുപ്പക്കാരാ? എവിടാ പെങ്ങളെ? ഒക്കത്തൂർ ജുമാ മസ്ജിദിന്റെ ചാരത്ത് ഈ വലിയ സദസ്സൊരുക്കിയിട്ട് ഈ വിനീതന്റെ വയല് കേൾക്കാൻ ഇവിടെ കടന്നു വന്ന പെങ്ങളോട് നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ വിരലൊന്ന് ചൂണ്ടി വെച്ചിട്ട് നിനക്ക് ചോദിക്കാൻ കഴിയോ, എനിക്കെന്റെ അല്ലാഹുവിനെ പേടിക്കാൻ കഴിഞ്ഞെന്ന് പറയാൻ കഴിയോ? എനിക്കെന്റെ പടച്ച റബ്ബിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞെന്ന് പറയാൻ കഴിയോ? മോനെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കടന്നു വരുന്നത് പടച്ച റബ്ബിനെ പേടിച്ചവന്റെ മുമ്പിലാണ്, പടച്ചോനെ സൂക്ഷിച്ചവരുടെ മുമ്പിലാണ്. നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ചത് എങ്ങനാ വാപ്പാ? നമ്മൾ പടച്ച റബ്ബിനെ സൂക്ഷിച്ചത് എങ്ങനാ പെങ്ങളെ? മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് പ്രവാചകൻ ഒരിക്കൽ കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, സൗബാനേ ലാ ഇലമന്ന ഖവാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ. വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനിരിക്കുന്ന സമൂഹത്തോട് ചെവി തുറന്നൊന്ന് കേൾക്കാൻ, ചെവി തുറന്നു വെച്ചൊന്ന് കേൾക്കാൻ, എന്റെ വിഷയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ എത്തുകയാണ്. വിശാലമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയമാണ് സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ എന്റെ വിഷയം ഞാൻ ചുരുക്കുകയാണ്. അവസാനം നിങ്ങളോടൊരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ പറയുകയാണ്, ലാ ഇലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ. നാളെ എന്റെ സമുദായത്തിൽപ്പെട്ടൊരു വിഭാഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. എങ്ങനെയാണ് അവര് കടന്നു വരുന്നതെന്നറിയുമോ? ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത ബിളാ. അവര് നിസ്സാരക്കാരല്ല വാപ്പാ, അവരുടെ കയ്യിലെ നിസ്സാര കർമ്മങ്ങളല്ല പെങ്ങളെ. ഒരുപാട് പർവ്വത സമാനമായ അല്ലാഹുവേ മക്കയുടെയും മദീനയുടെയും പ്രാന്ത പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വെളുവെളുത്ത തിഹാമ പർവ്വതത്തിന് സമാനമായ നിസ്കാരവും നോമ്പും ഹജ്ജും ഉംറയുമായിട്ടാണ് അവർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് വാപ്പാ. അവരെ അമലുകൾ കുറവുള്ളവരല്ല, ഒരുപാട് സൽക്രമങ്ങളുടെ കൂമ്പാരമായിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നൊരു വിഭാഗമാണ്. റസൂലുള്ള പറയുന്നു, സൗബാനേ, അല്ലാഹു എന്താണ് അവരെ ചെയ്യുന്നതെന്നറിയുമോ? ഫയജ്അലു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ. അവര് ദുനിയാവിൽ ചെയ്തു കൂട്ടി നിസ്കാരവും നോമ്പും സദഖയും സക്കാത്തും എല്ലാം ഉണ്ടല്ലോ, എല്ലാ സൽക്രമങ്ങളും അല്ലാഹു പൊടിപടലങ്ങളാക്കി ആകാശത്തുകൂടി പറത്തി വിടുകയാണ്. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞത്, അവരല്ലാഹുവേ അവരുടെ നിസ്കാരം അല്ലാഹു വേണ്ട, അവരുടെ നോമ്പ് പടച്ച റബ്ബിന് വേണ്ട, അവരുടെ സദഖ സക്കാത്തുകൾ അല്ലാഹു വേണ്ട. ഫയജ്അലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ. അവരുടെ കർമ്മങ്ങളെ അല്ലാഹു ആകാശത്തുകൂടി ധൂളികളാക്കി പറത്തി വിടുകയാണ്. സൗബാതങ്ങൾ പ്രവാചകന്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോ സൗബാതങ്ങൾ കരയുന്നു, റബ്ബേ
ഞങ്ങള് കഷ്ടപ്പെട്ടിട്ടാണ് പടച്ചറപ്പിന് വേണ്ടി നിസ്കരിച്ചത്, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് അള്ളാഹ്ക്ക് വേണ്ടി സ്വതക്ക കൊടുത്തത്. അള്ളാഹുവേ, സഹാബത്തിന്റെ ജീവിതം അത്രമേൽ പ്രയാസകരം നിറഞ്ഞതാണ്. സൗഭാദങ്ങളെ കരഞ്ഞിട്ട് ചോദിക്കുന്നു, സിവ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലമൂ. നബിയെ, ആരാണ് നബിയെ അവര്? അവരുടെ കോലം എന്താണ് നബിയെ? അവരാരിൽപ്പെട്ടവരാണ് നബിയെ? സൗബാന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകുകയാ. യാ റസൂലല്ലാഹ്, അവരെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ നബിയെ. എന്തിനാണ് സഹാബത്ത് കരഞ്ഞതെന്നറിയണ്ടേ വാപ്പാ? അവര് കഷ്ടപ്പെട്ടിട്ടാണ് പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്ത് എടുത്തത്. പാതിരാത്രി ഉറങ്ങേണ്ട സമയത്ത് എത്രയെത്ര വാപ്പമാരാണ്, എത്ര വാപ്പമാരാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സദസ്സിലേക്ക് നടന്നു വന്നത്. രോഗങ്ങളും പലതും തളർത്തിയ വാപ്പമാര്, പ്രയാസങ്ങൾ പലതും സഹിക്കുന്ന ഉമ്മമാര്, പാതിരാത്രി അള്ളാന്റെ വയല് കേൾക്കാന്, അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ പറയുന്നത് കേൾക്കാൻ കിടന്നു വന്നത് എന്തിനാണ്? നാളെ അള്ളാഹു നന്മതിന്മകൾ തൂക്കി നോക്കുമ്പോ എന്റെ കനം തൂങ്ങുന്ന കർമ്മങ്ങൾ വേണമെന്നറിഞ്ഞിട്ടല്ലേ ഒക്കത്തൂർ ജുമാ മസ്ജിദിന്റെ മിനാരത്തെ തഴുകി തലോടിയിട്ട് ഹയ്യ അലസ് സ്വലാ നിസ്കാരത്തിലേക്ക് കടന്നു വരാൻ മുഅദ്ദിൻ ഉസ്താദ് വിളിക്കുമ്പോ ദുനിയാവിന്റെ തിരക്കുകൾ മാറ്റിവെച്ചിട്ട്, ഉറക്കം മാറ്റിവെച്ചിട്ട് പള്ളിയിലേക്ക് പോയത് എന്തിനാ വാപ്പാ? അവ്വലിറക്കയത്തിൽ എന്തിനാണ് നിങ്ങൾ നിസ്കരിച്ചതെന്ന് ചോദിച്ചാ അല്ലാഹുവേ, നാളെ കനപ്പെട്ട കർമ്മങ്ങൾ വേണമെന്നല്ലേ മറുപടി. സമ്പത്തില്ലാതെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ജീവിതത്തെ അലട്ടിയപ്പോഴും അള്ളാന്റെ പള്ളിക്ക് ചോദിച്ചപ്പോ കൊടുക്കാതിരുന്നിട്ടില്ല. ഒരു പാവപ്പെട്ടവൻ കൈ നീട്ടിയാലില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഉമ്മ, എന്തിനാണ് വാപ്പാ? ഉള്ളതെല്ലാം അള്ളാന്റെ ദീനിനെന്തിനാ നിങ്ങൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അള്ളാഹുവേ, മറുപടി ഒന്ന് മാത്രമാണല്ലോ. നാളെ അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങളെ തൂക്കി നോക്കുമ്പോ ഞങ്ങളുടെ കർമ്മങ്ങൾക്ക് കനമുണ്ടാവണമെന്നല്ലേ നിങ്ങളുടെ ചിന്ത? വാപ്പാ, ഇതെല്ലാം അല്ലാഹു ധൂളികളാക്കി നാളെ ആകാശത്തുകൂടി പറത്തിവിട്ടാൽ എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അവസ്ഥയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഹദീസ് കേൾക്കുമ്പോ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രയാസം വരില്ല. കാരണം നിങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ നാടുകളിൽ നൂറുകണക്കിന് പള്ളികളുണ്ട്. നിങ്ങൾക്ക് മാറിയെടുക്കാൻ നല്ല വസ്ത്രങ്ങളുണ്ട്. നിങ്ങൾക്ക് യാതൊരുവിധ സാമ്പത്തികത്തിന്റെ പ്രയാസങ്ങളുമില്ല. അനുഗ്രഹങ്ങൾ കൂടിപ്പോയതാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹനെ നമ്മളും മറന്നു കളയാനുള്ള കാരണം. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ കൂടിപ്പോയപ്പോഴാണ്. നിങ്ങൾക്കറിയോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് എങ്ങനെയാ ജീവിച്ചതെന്നറിയോ? അല്ലാഹുവേ, സൗബാ തങ്ങൾ കരയുകയാണ്, നബിയേ, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പിടിച്ച നോമ്പുകള് അള്ളാന്റെ മുമ്പിൽ എത്തൂലേ നബിയേ. ഞങ്ങളുടെ സ്വതക്കകൾ അള്ളാന്റെ മുമ്പിൽ എത്തൂലേ നബിയേ. സൗബാന്റെ കരച്ചിലടങ്ങുന്നില്ല, സഹാബത്തിന്റെ കരച്ചിൽ നിർത്തുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന് മാറി കൊടുക്കാൻ വസ്ത്രങ്ങളില്ല. അള്ളാഹുവേ, വയറ് നിറച്ച് ആഹരിക്കാൻ അവർക്ക് ഭക്ഷണങ്ങളില്ല. എത്രയാണ് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ തീന്മേശയിൽ ഒരുക്കിയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ റമദാനിനെ കാത്തിരിക്കുന്നവരോട് പകല് മുഴുവനും പട്ടിണി കിടക്കാൻ പറഞ്ഞ പടച്ച റബ്ബിനോടുള്ള വൈരാഗ്യം തീർക്കുന്നത് പോലെ സന്ധ്യാസമയങ്ങളിൽ നമസ്കാരം പോലും കളാക്കി നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടാണ് ഈ സമുദായത്തിന്റെ ഉമ്മമാര് ഇഫ്താർ സംഗമങ്ങൾക്ക് വേണ്ടിയുള്ള ജോലി തിരക്കിലാണ്.
പകലന്തിയോളം പട്ടിണി കിടന്നിട്ട് വൈകുന്നേരമാകുമ്പോ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചിട്ട് നോമ്പ് തുറക്കുന്ന നമുക്ക് അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ത്യാഗമറിയില്ല. വിശുദ്ധ റമദാനിന്റെ പവിത്രമായ രാത്രികളെ പോലും മറന്നിട്ട് കടകമ്പോളങ്ങളിൽ പർച്ചേസിന് വേണ്ടി സമയം കണ്ടെത്തുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ, പവിത്രമായ സമയങ്ങളെ പോലോ ചന്തകളിലും മാർക്കറ്റുകളിലും മാത്രം ചിലവഴിക്കുന്ന സമൂഹമേ, നിങ്ങൾക്ക് സഹാബത്ത് ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രയാസങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല. സമ്മത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ അള്ളാഹ്ക്ക് കൊടുക്കാതിരുന്നിട്ടില്ല. മാറിയെടുക്കാൻ വസ്ത്രമില്ല എന്ന് പറഞ്ഞിട്ട് സഹാബത്ത് അള്ളാന്റെ പള്ളിയിലേക്ക് പോവാതിരുന്നിട്ടില്ല. നിങ്ങൾക്ക് ഞാനൊരു നമസ്കാരക്കാരെ പരിചയപ്പെടുത്തി തരട്ടെയോ? ഈ ചെറുപ്പക്കാരാ, ദുനിയാവിന്റെ തിരക്കുകൾ പറഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് അകന്നു പോയവരെ, പാതിരാത്രി സമയം മുഴുവനും ടർഫുകളിൽ ഹോമിച്ചവരെ, ദുനിയാവിന്റെ തിരക്കുകളിൽ പെട്ടിട്ട് അള്ളാനെ മറന്നുപോയവരെ, നിങ്ങൾക്കറിയോ അള്ളാന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിലെ ചില നിസ്കാരക്കാരുണ്ട്. നിങ്ങൾക്കറിയോ ആരെന്നറിയുമോ? അവര് സുഫയുടെ അഖിലുകാരായ സഹാബത്താണ്. അള്ളാന്റെ റസൂല് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി കഴിയുമ്പോ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി കഴിയുമ്പോ അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിൽപ്പെട്ട ഒരു വിഭാഗം ബോധം കെട്ട് നിലത്തേക്ക് വീഴും. വാപ്പാ, കൂടുള്ള സഹാബത്ത് അവരോടൊപ്പമുള്ള സഹാബത്ത് പറയുമല്ലോ, ഇവര് കുഗ്രാമവാസികളായ അറബികളാണ്, ഇവര് കുഗ്രാമവാസികളായ അറബികളാണ്, ഇവര് ഭ്രാന്തന്മാരാണ്. നിസ്കാരത്തിൽ ഭ്രാന്ത് കൂടുന്ന സമയത്താണ് ബോധം കെട്ട് വീഴുന്നത്. അല്ലാഹുവേ, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിയുമ്പോ അള്ളാന്റെ റസൂലാ സഹാബത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. യാ സഹാബാ, നിങ്ങൾ നിസ്കാരത്തിൽ ബോധം കെട്ട് വീണത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കൂട്ടുകാര് പറയും നിങ്ങൾ ഭ്രാന്തന്മാരാണെന്ന്. പക്ഷേ കഴിക്കാൻ ഭക്ഷണമില്ലാതെ നിങ്ങളുടെ ആമാശയം ഒട്ടിയതിന്റെ പേരിലാണ് നിസ്കാരത്തിൽ നിങ്ങൾ ബോധം കെട്ട് വീഴുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞ ഇതിനേക്കാൾ പട്ടിണി നിങ്ങൾ കൊതിക്കുമെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തെങ്കില് സൗബാതങ്ങളെ കരയുകയാണ്. വാപ്പാ, സൗബാതങ്ങളെ കരയുകയാണ്. നബിയെ, ആരാന്ന് പറഞ്ഞതാ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ സൽക്രമങ്ങളെല്ലാം ധൂളികളാക്കി പറത്തിവിടുന്ന വിഭാഗമേതാ? റസൂലുള്ള പറയുന്നു, അമാ ഇന്നഹും ഇഖ്വാനുകും വമിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തൗഖുദൂന വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻദഹുഹാ. സഹാബ, അവര് നിങ്ങളിൽ പെട്ടവര് തന്നെയാണ്, അവര് നിങ്ങളുടെ കോലമുള്ളവര് തന്നെയാണ്. നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നവരാണ്, നിങ്ങളുടെ നോമ്പ് പിടിച്ചതുപോലെ പിടിച്ചവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പോരായ്മയുണ്ട്. ചെറുപ്പക്കാരാ, നിന്റെ ചെവിയൊന്ന് തുറന്നു വെച്ചിട്ട് കേട്ടോ, എന്റെ പ്രിയമുള്ള ഒക്കത്തൂരിലെ പെങ്ങളെ, നിന്റെ ചെവിയൊന്ന് തുറന്നു പിടിച്ചിട്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻദഹുഹാ. അവരും അവരുടെ ശരീരവും തനിച്ചിരിക്കുന്ന സമയങ്ങളുണ്ട്. പാതിരാത്രി സമയത്ത് വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് വാതിലൊന്ന് കൊളുത്തിയിട്ട് കഴിഞ്ഞാൽ അശ്ലീലതയുടെ
അശ്ലീലതയുടെ വാതായനങ്ങൾ പാതിരാത്രി സമയത്ത് തുറക്കുന്ന ഒരു കാലഘട്ടത്തില് ഇന്റർനെറ്റിന്റെ അതിപ്രസരത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലം, ആൻഡ്രോയിഡിന്റെയും ആപ്പിളിന്റെയും പിന്നാലെ ചെറുപ്പക്കാര് പായുന്ന ഒരു കാലത്ത്, ഏത് അശ്ലീലതയ്ക്കും സൗകര്യമുള്ള കാലത്ത്, തെറ്റിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ വലിയ ആൾത്തുരക്കുള്ള കാലഘട്ടത്തില്, നന്മയുടെ വഴിയെ സഞ്ചരിക്കാൻ ആളുകളില്ലാത്തൊരു കാലഘട്ടത്തില്, രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കാത്തവരെ, രഹസ്യ ജീവിതത്തിൽ പടച്ചോനെ മറന്നുപോയവരെ, എന്റെ പെങ്ങന്മാരെ, നിങ്ങൾക്ക് പകല് നിങ്ങളുടെ മുഖത്ത് നിക്കാമുണ്ട്, നിങ്ങളുടെ കാലില് കാലുറയുണ്ട്, കയ്യില് കയ്യുറയുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് ചെല്ലുമ്പോ നിങ്ങൾക്ക് അല്ലാഹുവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഫയജ്അലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറാ. അല്ലാഹുവിനെ രഹസ്യ ജീവിതത്തിൽ പടച്ച റബ്ബിനെ സൂക്ഷിക്കാത്തവരോട് നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹുക്ക് വേണ്ട. അല്ലാഹ് പറഞ്ഞത് തന്നെ, നിങ്ങളുടെ മുമ്പിലല്ല, എന്നെ സൂക്ഷിച്ചു ജീവിച്ചവന്റെ മുമ്പിലാണ് അല്ലാഹുവിന്റെ സ്വർഗം തുറക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരസ്യത്തിൽ മാത്രം പോരാ, രഹസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിക്കാൻ കഴിയണം. അത്തരക്കാർക്ക് മാത്രമാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം അർഹതപ്പെട്ടത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം എല്ലാവരുടെയും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ രഹസ്യവും പരസ്യമായ മേഖലകളെ അല്ലാഹുവിനെ കൊണ്ട് സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.